അങ്ങ് തെലുങ്ക് നാട്ടിൽ നിന്ന് പവർ സ്റ്റാർ പവൻ കല്യാൺ, അങ്ങ് ജപ്പാനിൽ നിന്ന് അങ്ങ് ജപ്പാനിൽ നിന്ന് പവർ സ്റ്റാർ പവൻ കല്യാണിൻ്റെ ഒരു പുതിയ ഒരു സിനിമ വന്നിരിക്കുകയാണ്. അത് ഭാഗ്യവശാൽ നമുക്കൊരു തമിഴ് ഡബ് വേർഷൻ ഇവിടെയൊക്കെ അത്യാവശ്യം കുറച്ച് റിലീസ് കിട്ടി. അതുകൊണ്ട് കണ്ടത് തമിഴ് വേർഷനാണ്. അത് ആലപ്പുഴ റിലീസ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ ഇന്നലെ പോയി OG കണ്ടിരിക്കുന്നു. സുജീതിൻ്റെ, അതായത് സാഹോ ചെയ്ത ഡയറക്ടറുടെ അതിനുശേഷമുള്ള സിനിമയാണ്. സാഹോ യൂണിവേഴ്സിലുള്ള സിനിമയാണ്. പവർ സ്റ്റാർ, പ്രിയങ്ക, അരുൺമോഹൻ, പ്രകാശ് രാജ്, പിന്നെ നമ്മുടെ ഇമ്രാൻ ഹാഷ്മി, സുദേവ് നായർ, ഒരു ലോഡ് ആൾക്കാർ, അർജുൻ ദാസ് അല്ലേ, അങ്ങനെ ഒരുപാട്, ശ്രിയ റെഡ്ഡി, അങ്ങനെ ഒരുപാട് പേരുണ്ട് പടത്തിൽ. പിന്നെ പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന തമനാണ്. സോ നമ്മൾ സിനിമയെ പറ്റി ഒരൊറ്റ വാക്കിൽ പറയണമെന്ന് വെച്ചാൽ ഞാനൊരു പവർ സ്റ്റാർ പവൻ കല്യാൺ ഫാനാണ്. പടത്തിൻ്റെ പ്രധാന പ്രശ്നം പവറില്ല, പവർ സ്റ്റാറിന് പവറില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പടം കുറച്ച് എൻജോയ് ചെയ്തു കേട്ടോ. കാരണം എനിക്ക് ഇതൊരു ടിപ്പിക്കൽ നമ്മളൊരു 1000 തവണ കേട്ട സ്ഥിരം ക്ലീഷേ ചവർ കഥ തന്നെ. പക്ഷെ അതിനെ നല്ല രീതിയിൽ ഇങ്ങനെ വിഷ്വലി കുറച്ച് പരിപാടിയൊക്കെ ഇട്ടിങ്ങനെ നല്ല രസമുണ്ട്. പിന്നെ പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് തമൻ ഡാക്കു മഹാരാജ തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഈ സിനിമ കണ്ടപ്പോൾ ഒരു പരിധിവരെ അങ്ങ് ഒരു തൃപ്തി കിട്ടി. അതായത് മ്യൂസിക് ഇട്ട് ഈ പടത്തെ ഇങ്ങനെ അങ്ങ് എലിവേറ്റ് ചെയ്യണം. അതാണ് ഈ സിനിമയുടെ ഒരു വലിയ പോസിറ്റീവ് ആണെങ്കിൽ ഫീൽ ചെയ്തത്. പിന്നെ കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ കൊള്ളായിരുന്നു. പിന്നെ ഓവറോൾ പടം ഒരു മാസ് പടമാണ്. ആ മാസ് പടത്തിൻ്റെ മണ്ടത്തരങ്ങളൊക്കെ ഉള്ള അല്ലേ. അതായത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ജോൺറാണല്ലോ, നമുക്ക് മാത്രമുള്ള ഒരു ജോൺറാണ് ഈ മാസ് പടം. അതായത് പ്രധാന കഥാപാത്രത്തെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റ് കഥാപാത്രങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതെ, ഈ സിനിമ ഒരു 2.25 മണിക്കൂർ പവൻ കല്യാൺ ഓരോരുത്തരും വരുന്നതിന് പോകുന്നതിന് എലിവേറ്റ് ചെയ്തോണ്ടിരിക്കും. അതെ, അതാണ് എൻ്റെ പ്രത്യേകത. വരുന്നവർ പോകുന്നതിന് തള്ളിവിടുക. OG എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഗാങ്സ്റ്റർ ആണ്. കുറച്ചുപേർ ഒറിജിനൽ ഗുണ്ടാണ്. ഇറങ്ങി പോകുന്നതും വരെ തിരിച്ചു വന്നിട്ട് എനിക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, കൊല്ലാൻ വരുന്ന ജാപ്പനീസ് ആരും പറയുന്നത് OG ഒറിജിനൽ ഗാങ്സ്റ്റർ എന്നൊക്കെ പറയും. അങ്ങനത്തെ ലെവല് അന്യായ തള്ളാണ്. അതായത് പവർ സ്റ്റാറിനെ തള്ളി സത്യം പറഞ്ഞാൽ തള്ളു ഭയങ്കര കിടിലാണ്. നല്ല രസമായിട്ടാണ് അവർ ബിൽഡ് ചെയ്യുന്നത്. പവർ സ്റ്റാർ വരുമ്പോഴത്തേക്കും അതായത് എനിക്ക് പേഴ്സണലി പുള്ളിയുടെ ഫസ്റ്റ് സീൻ, ഇൻട്രോ സീനിന്റെ സെറ്റപ്പും പരിപാടിയും പുള്ളി വരുന്നത് ഇഷ്ടപ്പെട്ടു. പക്ഷെ പുള്ളി വന്ന് സ്ക്രീനിൽ നിൽക്കുമ്പോൾ എനർജി അങ്ങോട്ട് താഴെ പോകും. അല്ല, പുള്ളിയുടെ ടോണില്ല, പുള്ളി അഭിനയിക്കുന്നതിൻ്റെയും പുള്ളിയുടെ അത് ഈ സിനിമയുടെ ടോണല്ല. അല്ല, ഈ സിനിമ കുറച്ചുകൂടെ പയ്യെ ആ ഒരു ലൈനാണ്. പക്ഷെ പുള്ളി കുറച്ച് ഇച്ചിരി ആ പെടപ്പില് ഈ പറഞ്ഞു വെച്ച ആളിതാണോ അതോ ഇയാൾ കണ്ട് വേറെ വരുമോ. അതായത് നമ്മള് പുള്ളിയെ പറ്റി ആൾക്കാർ ബിൽഡ് ചെയ്യുന്ന കേൾക്കുമ്പോൾ ഗംഭീര പരിപാടിയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും പുള്ളി വന്ന് നിൽക്കുമ്പോഴത്തേക്കും അല്ലെ പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസും പുള്ളി അതിൽ വന്ന ശേഷം കാണിക്കുന്ന പരിപാടികളും നമുക്ക് അങ്ങോട്ട് ഒരു ഇത് നല്ല രസമായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കലവടക്കണം എന്ന് തോന്നുന്ന പോലത്തെ പരിപാടിയാണ്. അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ ഈ പറയുന്ന പോലെ തെലുങ്ക് മാസ് പടം അതിനോടുകൂടി ഒരു ക്ലിഷേ റിവെഞ്ച് സ്റ്റോറിയും കൂടെ ആഡ് ചെയ്ത സംഭവം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, കാണാം. പക്ഷെ ഈ ഒരു നമ്മൾ ഇത്രയും വർക്ക് ചെയ്യുന്ന പുള്ളിയെ കാണാനാണ് ഇത് ഇത്ര പുള്ളിയുടെ ഇൻട്രോ സീക്വൻസിനുള്ള സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എത്ര നേരത്തെ അല്ലേ, ഒരു അരമണിക്കൂറോളം പുള്ളിയെ സെറ്റ് ചെയ്യാനുള്ള സമയമാണ്. അതെ, ജപ്പാനിൽ തുടങ്ങിയ സെറ്റിംഗ് ആണ്. അതായത് കുറെ ഈ മാസ് പടത്തിന്റെ ഒരു സംഭവമാണ്. ഇപ്പം ഈ ബാക്ക് സ്റ്റോറി ഒരു 5 മിനിറ്റിലുള്ള ഒരു ഭയങ്കര, അതായത് ആ 5 മിനിറ്റിൽ പറയുന്ന സ്റ്റോറി പടം 5 മിനിറ്റ് പറയുന്ന സ്റ്റോറിയാണ് നമ്മൾ ഈ പടത്തിലെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്. അതെ, പക്ഷെ അത് പടത്തിൽ നമ്മൾ കാണുന്നില്ല, ജസ്റ്റ് പറഞ്ഞ ആനിമേഷനെ കുറിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടുക. അത് കുറച്ചധികം പടത്തിൽ ഞാനത് ഇതേ പാറ്റേൺ ആണ്. അപ്പൊ ഇതിനകത്ത് ജപ്പാനിൽ തുടങ്ങുന്ന അടിയാണ്. അതായത് ജപ്പാനിലെ സാമുറായിയുടെ ശിഷ്യനാണ് നമ്മുടെ നായകൻ. അറിയോ നിങ്ങൾക്ക്? സാമുറൈസും യാക്കൂസയും തമ്മിലുള്ളൊരു വാർ. അത് 40കളിൽ തുടങ്ങിയിട്ട് 80കളിൽ പുള്ളി അവിടുന്ന് ഓടിച്ച് പുള്ളി ഇന്ത്യയിൽ എത്തുന്നതാണ്. ഇന്ത്യ ബോംബെ വന്ന് ചേക്കേറുന്നിട്ടുള്ള കഥയാണ് നമ്മൾ കാണുന്നത്. ബോംബെ വന്നു കഴിയുമ്പോഴത്തേക്ക് ബോംബെയിൽ ഒരു പോർട്ട് അങ്ങോട്ട് കയ്യേറുകയാണ് നമ്മുടെ പ്രകാശ് രാജ്. പുള്ളിയുടെ കൂടെ പ്രൊട്ടക്ഷൻ ആയിട്ട് നമ്മുടെ നായകൻ നിൽക്കുകയാണ്. ഇവിടെ OG എന്ന് അറിയപ്പെടുന്നത് ഓജസ് ഗംഭീര എന്നാണ് നമ്മുടെ നായകന്റെ പേര്. ശരിക്കും ജപ്പാനിലെ ഒറിജിനൽ ഗാങ്സ്റ്റർ അല്ല, ഒറോച്ചി ഗെൻഷിൻ. അതായത് ജപ്പാനിലെ ഒറോഷി ഗെൻഷിൻ. അങ്ങനെ പിന്നീട് ഒരു യക്കൂസയുടെ ലീഡർ എന്തോ വന്നിട്ട് പറയും OG എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നല്ല OG. എനിക്ക് ഈ പടം കണ്ടപ്പോഴേ ഞാനൊരു കമ്പാരിസൺ വെക്കുവാണ്. പക്ഷെ അത് വെക്കുമ്പോൾ കുറെ പേർക്ക് എതിർപ്പ് തോന്നും, വലിച്ചു വാരി എറിയ ആൾക്കാർ. പക്ഷെ കുഴപ്പമില്ല, പറഞ്ഞു. ഒരു ചെറിയ ഇംഗ്ലീഷ് വേർഡുണ്ട്, ദി ഡാർക്ക് നൈറ്റ്. ഒരു കൊച്ചു ചെറിയ സിനിമ. അപ്പൊ ഈ ഡാർക്ക് നൈറ്റിന്റെ തീമാറ്റിക് എലമെന്റ്സ് എല്ലാം ഇങ്ങോട്ട് പറിച്ചു വെച്ചിട്ടുണ്ട്. അത് അതിനകത്ത്
ബാറ്റ്മാൻ എന്നത് ഒരു ഐഡിയ മാത്രമായിരിക്കണം. അത് ആരാ വേഷം അണിഞ്ഞാലും ആ ഐഡിയ മാത്രമേ ആളുകളുടെ മനസ്സിലേക്ക് എത്താവുള്ളൂ എന്ന് പറയുന്ന പോലെ ഈ OG എന്നത് ഒരാശയമാണ്. അയാള് വന്നാൽ പുയലാണ്, ബോംബെയിൽ പുയൽ അടിക്കുന്നത് മറുപടിയും പുയൽ. അങ്ങനെയാണ് പടത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരുപാട് സംഭവം, അതായത് തുടക്കം മറ്റേതിനകത്ത് ഈ 3 സിനിമകളിൽ അതിനകത്ത് തുടക്കം ഫസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങും പരിപാടികളൊക്കെയാണ്. ഇങ്ങനെ റാക്സ് ടു റിച്ചസ് പോലെ ഒരു സംഭവമുണ്ട്. അപ്പം ബിഗിൻസിൽ അപ്പം ഇതിനകത്ത് ആ ട്രെയിനിങ് സീക്വൻസ് ആണ് ഇവർ ആ തുടക്കത്തെ 5 മിനിറ്റ് കഥയെ പറഞ്ഞേക്കുന്നത്. സാമുറൈ ആയിട്ട് ട്രെയിൻ ചെയ്ത ആളാണ്. പിന്നെ അതൊന്ന് മൈൽഡായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു ആവശ്യമില്ലാത്തൊരു ഡോജോ സീനൊക്കെ ഉണ്ടല്ലോ, ഭാര്യ ഇവന്റെ വൈൽഡ് സൈഡ് കാണുന്ന ഫസ്റ്റ് സീൻ. ഒരുത്തൻ ഒരു കാര്യമില്ല, ജപ്പാൻ ഒറ്റയ്ക്ക് ബോംബെ വന്നിട്ട് ഡോജോയെ വന്നിട്ട് നീ എന്നേക്കാൾ നല്ല എന്നെ തലതപ്പിടാന്ന് പറഞ്ഞിട്ട് ഇടിമേടിച്ച് കൂട്ടുന്ന ഒരു ക്യാരക്ടറൊക്കെ ഉണ്ട്. നമ്മൾ ഈ സീനൊക്കെ എന്തിനാ അത് കിടക്കും. പക്ഷെ ഇതെല്ലാം അവിടെ അന്തനാട്ടിൽ തെലുങ്ക് നാട്ടിൽ ആഘോഷിക്കപ്പെടുന്ന സാധനങ്ങളാണ്, തീവാറുന്ന സാധനമാണ്. കാര്യം ഇതിനെയൊക്കെ തീ പറിക്കാൻ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തമൻ, അതങ്ങോട്ട് പ്ലേ ചെയ്യും. അവിടെ അത് തിയേറ്ററിൽ അങ്ങ് ആൾക്കാർ ആസ്വദിച്ചോളും. നമ്മുടെ സിനിമാ രീതികളും ഈ പവൻ കല്യാണെ മലയാളികൾക്ക് അത്ര എന്താ പറയുക, അത്ര ഫേവറേറ്റ് ഒരു ആക്ടറൊന്നുമല്ല. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, മലയാളികൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് വലിയ പടങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പം കേരളത്തിൽ ഈ പടം ഈ മാസ് പടം വർക്കാവാൻ പ്രൈമറി എലമെന്റ് എന്ന് പറയുന്നത് അതിന്റെ പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന ആൾക്കൊരു ഫാൻ ബേസ് ഉണ്ടാവണം. എന്നാലേ പുള്ളി തള്ളുമ്പോൾ നമുക്ക് ഇപ്പൊ ആ ഫാൻ ബേസ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ KGF 1 ഇവിടെ ഹിറ്റ് ആവുന്നത് യാഷിന് അതുവരെ ആർക്കും അറിയത്തില്ലായിരുന്നു. KGF 1 ഹിറ്റ് ആവുന്നത് ആ പുള്ളിയുടെ പ്രസൻസും പരിപാടി ഇവർ ഈ തള്ളുമ്പം വന്നു നിൽക്കുന്ന ആളും അത്ര ഉണ്ട്. അല്ല, KGF 2 ഇവിടെ കൂടുതൽ ഇതുണ്ടായിരുന്നു. KGF 1 ഓടിയെങ്കിലും ഓടി, എന്നാലും നമ്മൾ ആ ക്യാരക്ടറിനെ ഒരാളെ നമ്മൾ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് അറിയല്ലേ. എന്റെ ഓർമ്മയിൽ KGF 1 മറ്റേ OTT-ലേക്ക് ഇറങ്ങേണ്ട ഒരു ട്രോളൻ രീതിയിലാണ്. അതാണ് വൈഡായത്. തിയേറ്ററിൽ ഈ പടം കാണാൻ ആളുണ്ടായിരുന്നു. ഞാൻ തിയേറ്ററിൽ പോയി കാണുമ്പോഴും തിയേറ്ററിൽ നല്ല ബഹളം പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആലോചിച്ചില്ല ഈ പുള്ളിയെ ഞാൻ അതിനു മുമ്പ് യാഷിന് 1-2 പടങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇത്രയും എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാര്യം അതിനു മുമ്പ് കണ്ട യാഷിന്റെ പടങ്ങളൊക്കെ എനിക്ക് കുറച്ച് ഭയങ്കര ശോകം പടങ്ങളായിരുന്നു. അപ്പം അതിനകത്ത് യേശിന്റെ ആക്ടിങ് അതായത് ടൈലർ മെയ്ഡ് പരിപാടി. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റോക്കി ബായ് വൈബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ OG എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ പവൻ കല്യാണെ കൊണ്ട് നിർത്തുമ്പോൾ പുള്ളി ഇതിനു മുമ്പ് ചെയ്ത പല പടത്തിലും പുള്ളി ഇപ്പോൾ പ്രസ് മീറ്റിൽ വരുമ്പോഴും എല്ലായിടത്തും വരുമ്പോൾ എങ്ങനെയാണോ അതേ ഒരു മൂഡ് തന്നെ. നമുക്കൊരു ഭയങ്കര ഒരു ക്യാരക്ടറിന്റെ ഫീലൊന്നും ഇല്ല. പുള്ളി പവൻ കല്യാൺ വരുന്നു. ഇതിനകത്ത് ഒരുപാട് ഇമോഷണൽ ബീറ്റ് ഉണ്ട്. അതായത് പറയുമ്പോൾ ഇതൊക്കെ കേട്ടതല്ലാന്ന് തോന്നുന്നു. ഇനിയിപ്പം പ്രകാശ് രാജ് പറയത്തില്ല എനിക്ക് 2 മക്കളല്ല 3 മക്കളും. അപ്പൊ പുള്ളി എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഉണ്ടേ പുള്ളി സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു പുള്ളിക്ക് എന്നുള്ള ലൈൻ പുള്ളി ഇത് മനസ്സിലാക്കുന്നില്ല. ആക്ച്വലി ആ സീനൊക്കെ ഞാൻ കണ്ടപ്പോഴും നല്ല സീനാണല്ലോ എന്ന് തോന്നുന്നതാണ്. പക്ഷെ അവിടെ അണ്ണൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അതായത് താഴോട്ട് പോയി വെറുപ്പിച്ചിട്ടും ഇല്ല, അണ്ടർ ആക്ടിങ് ആണ്. അത് പുള്ളിയുടെ ഫേസിൽ നിന്ന് ഇനി നിങ്ങളുടെ എക്സ്പ്രഷൻ വരട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ ഇട്ടു സാർ എന്ന് പറയുന്ന പോലെ ഇതാണ് എക്സ്പ്രഷൻ, ഇത്രേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ. അതെന്ന് പറയുന്നില്ല, മറ്റേ വൈഫുമായിട്ടുള്ള കുറേ സീക്വൻസ് ഉണ്ടല്ലോ, അത് കുറച്ച് റഷ്ഡ് ആണ്. ആ ഒരു കുറച്ചായത് നന്നായി. അതെ വളരെ കുറച്ചാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അത് അധികം ക്രിഞ്ചിലേക്കൊന്നും പോവാതെ വളരെ സിമ്പിൾ ആയിട്ട് ആ സാധനം പാസബിൾ സീക്വൻസ് ഇങ്ങനത്തെ പടത്തിൽ ഒരു വെറുപ്പിക്കൂല ആ സീക്വൻസ്. ഇമോഷണൽ കണക്റ്റിന് വേണ്ടി ഇട്ടേക്കുന്ന സീക്വൻസുകളാണ്. അപ്പോൾ അത് അതിനകത്ത് പോലും പുള്ളി ഇങ്ങനെ ഒരു ഇമോഷണലി ഇൻവോൾവ് അല്ല. പുള്ളിക്കാരത്തി മരിക്കുവാണെങ്കിൽ തന്നെ ഫുള്ള് ആശുപത്രി കത്തിക്കിടക്കുവാണ്. ഭാര്യയാണ് ഡോക്ടറെ ഇങ്ങനെ എടുത്ത് പഠിപ്പിച്ചിട്ട് ഡോക്ടർ നമ്മളായിരിക്കണം ഭാര്യയാണ് ഡോക്ടർ എന്ന്. ഭാര്യ ഡോക്ടറാണ്, ആശുപത്രി കത്തിക്കിടക്കുവാണ്. ഇടയ്ക്ക് ആരെങ്കിലും ഏത് ഡോക്ടർ എനിക്ക് 6 മണി കഴിഞ്ഞാൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഡോക്ടർ അവിടെ നിന്നിരിക്കും. അങ്ങനത്തെ അതാ പറയാം, ഒരു മാസ് പടത്തിന്റെ മണ്ടത്തരങ്ങളെല്ലാം ഉണ്ട്. ബട്ട് എന്നാലും അതിനെ ഇങ്ങനെ ഒരു ഭയങ്കര പരിപാടിയായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേ സാധനങ്ങൾ, എനിക്ക് കുറേ സീനുകൾ ഇഷ്ടപ്പെട്ടിരുന്നു. ആക്ഷൻ സീക്വൻസുകൾ കുറച്ച് എനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഈ ഡാർക്ക് നൈറ്റിന്റെ കണക്ഷൻ പറഞ്ഞു. ഈ സെക്കൻഡ് ഹാഫിൽ ഇവർ തമ്മിലുള്ള ക്ലാഷ്, ഇവർ രണ്ടുപേരും ഒരേപോലെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആ സീക്വൻസ് ഒക്കെ ഇല്ല ഇന്റർവെല്. അതുപോലെ തന്നെ മറ്റേ ഒരു ബോംബ് പൊട്ടാൻ പോകുന്നു, ആ സീക്വൻസ് ഓർക്കുന്നുണ്ട്. ഡാർക്ക് നൈറ്റിൽ ഓർക്കുന്നു. ജോക്കർ ലാസ്റ്റ് ഇത് പൊട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കും എന്ന് പറയുന്ന പോലെയാണ് ഇതിനകത്തും 9 സ്ഥലത്ത് ബോംബ് വെടിക്കും എന്ന് പറയുന്നു. പക്ഷെ അത് അങ്ങനെ കുറേ സംഭവങ്ങൾ തോന്നിയപ്പോഴത്തേക്ക് ഇങ്ങനെ അതിന്റെ അതേപോലെ ബീറ്റ്സ് എടുത്തിട്ട് നമ്മൾ ആ ബീറ്റ്സിൽ നമ്മുടെ കഥ എഴുതി വെക്കും. ഓജിയുടെ കഥ ബാറ്റ്മാനെ കട്ട് ചെയ്ത് ഓജി വരട്ടെ. കാരണം ബാറ്റ്മാൻ എന്ന് പറഞ്ഞ ഈ എലിവേഷൻ ഒന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ അത് ആളുകളില് ചുമ്മാ എലിവേറ്റ് ആവും. തന്നെ നിന്നെങ്കിൽ എലിവേറ്റ് ആവുന്ന ക്യാരക്ടറാണ് ബാറ്റ്മാൻ. ഇവിടെ നമ്മുടെ ആൾക്കാർ തള്ളണം, വരുന്നൊരു 3 തള്ളിയാലേ. പക്ഷെ ഫസ്റ്റ് തള്ളി എനിക്ക് ശരിക്കും വർക്കായിരുന്നു. മറ്റേ ആ ഒരു
അതിൽ മേളിന്ന് ഒരുത്തനെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ റെയറാണ്. മാത്രമല്ല ഈ എഡിറ്റ് ചെയ്ത് ചളവാക്കിയിട്ടില്ല, ഒരു താളമുണ്ട്. നമുക്കിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴേ നമുക്കിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കിട്ടും, ഒരു പിക്ചർ കിട്ടും. ഞാൻ എൻ്റെ ആദ്യത്തെ സുജീത്ത് പടമാണ് ഇത്. കഴിഞ്ഞ് ഞാൻ പോയി സാഹോ കാണത്തില്ല, പക്ഷേ ഇതിനകത്ത് എനിക്ക് പുള്ളി ഇച്ചിരി വൃത്തിയുള്ളൊരു ഡയറക്ടറാണെന്ന് തോന്നി. അതായത് ക്രാഫ്റ്റ് ഉണ്ട്, പക്ഷേ റൈറ്റിംഗ് പരിപാടി പുള്ളി എപ്പോഴും ഭയങ്കര ശോകമാണ്, ഭയങ്കര വീക്ക് റൈറ്റിംഗ് ആണ്. പുള്ളി ഒരു നല്ല റൈറ്റർ അല്ല, ബട്ട് പുള്ളി ആ എഴുതി വെച്ചതിന് പ്രസന്റേഷൻ വെച്ചിട്ട്, അതായത് ഇതിപ്പോൾ നായകൻ വന്ന് നിൽക്കുന്നു, നായകനെ 2 തള്ളുതള്ളുന്നു, ഇത്ര എഴുതിയിട്ടുള്ളായിരിക്കും, പക്ഷേ ഓൺ സ്ക്രീൻ പുള്ളി അതിനെ പൊലിപ്പിച്ചത് ഭയങ്കര രസമായിട്ടുണ്ട്. അത് ത്രൂ ഔട്ട് ഇങ്ങനെ റിപ്പീറ്റ് ആവുന്നുണ്ടല്ലോ എന്ന് തോന്നുന്ന ഏരിയ പോലും ഒരു ക്രാഫ്റ്റ് വിസിബിൾ ആയിരുന്നു. ഈ ഫസ്റ്റ് സീക്വൻസിൽ ഒരുത്തനിങ്ങനെ മേളിൽ നിന്ന് എന്താ താഴെ നടക്കുന്നതെങ്കിലും അവന്റെ പെർസ്പെക്റ്റീവിൽ നമ്മളിങ്ങനെ ഇയാളുടെ ഫേസ് കാണാതെ പുള്ളി ഇങ്ങനെ ചെയ്ത തുണിയിൽ ഇങ്ങനെ ബ്ലഡ് ആ സീക്വൻസ് ഒക്കെ ഭയങ്കര, അതാ പറഞ്ഞ ആ ഫസ്റ്റ് പുള്ളിയെ കൊണ്ടുവരുന്ന സീക്വൻസിന്റെ ബിൽഡപ്പ് എനിക്ക് ഭയങ്കര വർക്കായിരുന്നു. ഞാനത് കണ്ടപ്പോൾ വിശാണ്ട് പറഞ്ഞു കൊള്ളാല്ലേ, ഞാൻ ചോദിക്കുകയും ചെയ്തു. ആ സീൻ ഇങ്ങനെ അല്ല, അത് കഴിഞ്ഞിട്ടാ നീ പറഞ്ഞു മറ്റേ ഇവിടെ ഗ്ലാസ് തെറിച്ചു, അത് തന്നെ ആ ഫുൾ സീക്വൻസ് ഭയങ്കര രസമാണ്. അതായത് അകത്ത് കയറി വന്ന് പുള്ളി ഇൻട്രൊഡക്ഷൻ നടത്തി, പുള്ളിയുടെ മറ്റേ ആ കറ്റാന വെച്ചിട്ട് പുള്ളി ഒരു ആക്ഷൻ ചെയ്യും. അതിലിങ്ങനെ ഒരു എന്തോ ഒരു സാധനം ചില്ല് എന്തോ പൊട്ടിത്തെറിക്കില്ല, തെറിച്ച് ആൾക്കാരുടെ ഫേസ് വീഴുന്ന സീക്വൻസ് ഒക്കെ എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. പുള്ളി ഡയലോഗ് ഉള്ള സീക്വൻസ് ആണ് ഇച്ചിരിയും കൂടെ ഡൗൺ ആയിട്ട് തോന്നുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഈ തുടക്കം വല്ലോ ഈ ഗുരുവിന് ദക്ഷ എന്ന് പറഞ്ഞ നാക്കുവെല്ലാം കൊടുത്ത് അങ്ങനെ വല്ലതും കൊടുത്തിരുന്നെങ്കിൽ ഓജസ് മിണ്ടത്തില്ല, പക്ഷേ ബോജസിന് വേണ്ടി മിണ്ടുന്ന വാളാന്നൊരു സാധനം ഒരു തള്ളും കൂടെ കൊടുക്കാം. ഇത് നമ്മളെടുത്താൽ പറ്റും, തെലുങ്ക് നാട്ടിൽ സ്ക്രീൻ കത്തും, നിന്ന് കത്തും, ഇത് പറഞ്ഞതിന് നിങ്ങളെ കത്തിക്കും. അല്ല ഞാൻ പറയില്ല, സത്യം. കാരണം നമ്മൾ പുള്ളി സംസാരിക്കാത്ത സീനുകളിലെല്ലാം നമുക്കൊരു രസം തോന്നും. പുള്ളി ഡയലോഗ് ഡെലിവറിയും പരിപാടിയും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും, ആ ആക്ടിങ്ങും ഡയലോഗ് ഡെലിവറി എല്ലാം കൂടെ വരുമ്പോഴാണ് നമുക്ക് ഈ ക്യാരക്ടർ ഇവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓജി എന്ന് പറഞ്ഞ ക്യാരക്ടർ പോലെ അല്ല ഇയാളെ ബിഹേവ് ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം. അതെ അതെ അതെ, മനസ്സിലായി. ഓജി ഒരു സാമുറായാണ്. സാമുറായ്സിനെ കുറിച്ച് നമ്മുടെ കേട്ടറിവാണ്, സാമുറായ്സിനെ അടുത്ത് പരിചയമൊന്നുമില്ല. നമ്മുടെ കേട്ടറിവ് വെച്ച് കുറച്ചുകൂടെ ഒരു ശാന്ത ഒരു കൺട്രോൾ ഉള്ളവരാണ്. അപ്പൊ അത് നമുക്കത് പുള്ളി ലെസ് വേർഡ്സും മോർ ആക്ഷനും എന്നുള്ള സംഭവമാണ്. ചിലപ്പോൾ അത് പിടിച്ചായിരിക്കും പുള്ളി അധികം. ഈ സിനിമയിൽ ഓവറോൾ പടത്തിൽ നമ്മുടെ മെയിൻ ക്യാരക്ടറിന്റെ ഡയലോഗ്സ് കൊണ്ടാണ് പുള്ളി ഇമോഷണലി കൺട്രോൾഡ് ആവുന്ന. ഈ സാമുറായി പിടിക്കാൻ വേണ്ടി ഡയറക്റ്റ് ചെയ്തതാണെന്നൊന്നും അറിയില്ല കേട്ടോ. അത് അങ്ങനെ ആവാം ചിലപ്പോൾ. സാർ അങ്ങനെ ഒരുപാട് ഇമോഷണൽ ആവണ്ട, കാരണം ഇതിലും വലിയ പരിപാടികൾ നിങ്ങൾ കണ്ടിട്ട് വരുവാണ്. അതെ അതെ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കേട്ടാൽ ഓക്കെ, അത് മനസ്സിലായി, അങ്ങനെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് അതൊരു ഡയറക്ടോറിയൽ ഡിസിഷനാണോ ആക്ടിങ് ഡിസിഷനാണോ എന്ന് അറിയത്തില്ല. ബട്ട് അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഫുള്ളി വർക്കായതുപോലെ ഫീൽ ചെയ്യത്തില്ല. പിന്നെ എല്ലാ സിനിമകളിലും ഉള്ള പോലെ, അതായത് എല്ലാ സിനിമകളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെജോറിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത പടങ്ങളിൽ എല്ലാത്തിലും ഉള്ള പോലെ ഒരു വോയിസ് ഓവർ ഇതിലുണ്ട്. ഈ വോയിസ് ഓവറിൻ്റെ പവർ എന്താണെന്ന് വെച്ചാൽ അർജുൻ ദാസിൻ്റെ പവറാണ്. അതെ അതെ, നമ്മൾ തമിഴ് ഡബ്ബാണ് കണ്ടെങ്കിലും തമിഴ് ഡബ്ബും അർജുൻ ദാസ് തന്നെയാണ് ചെയ്തത്. പുള്ളിക്ക് വേറെ ശബ്ദം കൊടുക്കാൻ, പുള്ളിക്ക് വേറെ ശബ്ദം കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങിപ്പോയത്. കാരണം ആ ശബ്ദം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ വോയിസ് ഓവർ കേൾക്കാൻ രസമാണ്. പ്രകാശ് രാജിന് വേറെ ശബ്ദം പെട്ടെന്ന് മനസ്സിലാവും ഭയങ്കര. പിന്നെ ഈ പടത്തിൽ ഗംഭീരമായിട്ട് വർക്കായേക്കുന്നത് ഇതിൻ്റെ വിഷ്വൽ ഡിസൈൻ. അതിപ്പം 80s ആണ് കാണിക്കുന്നത്. അപ്പം പ്രൊഡക്ഷൻ ഡിസൈൻ 70s 93 93ലാണ് മെയിൻ ക്യാരക്ടർ കഥ നടക്കുന്നത്. 40s നമുക്ക് വിഷ്വലി കാണിക്കാം. 40s ആക്ച്വലി മറ്റേ ജസ്റ്റ് സീനേ ഉള്ളൂ. 70s മറ്റേ ഷിപ്പിലെ സീക്വൻസ് ഒക്കെ വരുന്നത്. അവിടെയൊക്കെ മൊത്തം ജാപ്പനീസ് മനസ്സിലായില്ല. അതായത് നമ്മൾ കണ്ട തമിഴ് ഭാഷയിനകത്ത് തമിഴ് സബ്ടൈറ്റിലുണ്ട്, നമുക്ക് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ. അപ്പോൾ ജാപ്പനീസ് ആണ് ഇത് സംസാരിക്കുന്നത്, സമുറായി ഒക്കെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ അവർ പറഞ്ഞത്, നമ്മളിങ്ങനെ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ടോ നമുക്ക് മനസ്സിലാവുന്നില്ല. ആ ലൈനില്ലേ, ആ ത്രൂ ലൈൻ, അതായത് ഇപ്പം പടം തുടങ്ങുമ്പോഴും ജാപ്പനീസ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്, എൻഡിങ്ങിലും ജാപ്പനീസ് പറയും. പക്ഷെ അതിന് നമുക്ക് സബ്ടൈറ്റിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സബ്ടൈറ്റിൽ ഇല്ല. പക്ഷേ അതെ, ഓൺ പേപ്പർ ആക്ച്വലി അത് വർക്കാവും. ബട്ട് ഏറ്റവും ഇമോഷണൽ പോയിന്റിൽ പഠിച്ച ഭാഷ തിരിച്ചു വരുന്നത്. പക്ഷേ അത് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ അത് കുറച്ച് നമുക്ക് ഇതെന്താ ഇങ്ങനെ 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 എന്താ ഇതൊക്കെ പറയേണ്ട കാര്യം. അതെ അതെ അതെ, അതും പുള്ളി പറയുന്ന രീതിയും നമുക്ക് കുറച്ച് നമ്മൾ ചിരിക്കുന്ന ലെവലാണ് അതിൻ്റെ പ്രസന്റേഷൻ. അതായത് ഈ പവൻ കല്യാണം പ്രസന്റ് ചെയ്യുന്നത് നമുക്കത് ഇമ്രാൻ ഹാഷ്മി ഇതെന്തോടെ ഈ സംഭവിക്കുന്നത്. ഞാൻ ഇദ്ദേഹം ഈ കറ്റാന ഇതൊക്കെ വെച്ചിട്ട് ഇതിനു മുമ്പ് പടത്തിൽ എന്നാ ഇത് ആക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ആക്ച്വലി ഫൈറ്റ് കൊറിയോഗ്രാഫി ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അല്ല പുള്ളി ഫൈറ്റ് കണ്ടപ്പോഴേ ഇത് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന പോലെ പുള്ളിക്ക് ഇതൊക്കെ പരിപാടി അറിയാൻ നമുക്ക് ഫീൽ ചെയ്യുന്നു. നമുക്ക് മറ്റേ ഞാൻ പറഞ്ഞില്ല നേരത്തെ വർക്കാവുന്ന ഡോജോ സീനിനകത്ത് പോലും പുള്ളി കൊള്ളാൻ തോന്നിയായിരുന്നു എനിക്ക്. പുള്ളിയുടെ ആക്ച്വലി ആ പുള്ളി ഇതിനു മുമ്പ് കുറച്ച് പരിശീലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പഴയ പടങ്ങൾക്കൊക്കെ. അപ്പം അങ്ങനെ ഒരു പാസ്റ്റ് ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതാണ് പുള്ളിയുടെ ആ ജാപ്പനീസ് കണക്ഷനാണ് ശരിക്കും ഈ സുജിത് എന്ന് പറയുന്നത്. പുള്ളി ഈ പവൻ കല്യാണിൻ്റെ ഫാൻ ബോയാണ്. അപ്പോൾ പവൻ കല്യാണിൻ്റെ ആ എലമെൻറ്റുകളെ എല്ലാത്തിനെയും പുള്ളി ഒരു സിനിമയിൽ പ്ലേസ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അവിടെ ഇത് വളരെയധികം നല്ല രീതിയിൽ എന്നാ കൊട്ടിഘോഷിക്കുമ്പോൾ നമുക്കിതിൽ പലയിടത്തും
നമുക്ക് ഈ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല. നമ്മൾ കാണുന്ന പടത്തെ വെച്ചാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കത് ഇതൊക്കെ എന്താ ഇങ്ങനെയെന്ന് ചിലപ്പോൾ തോന്നും. അത്രേ ഉള്ളൂ. ഈ പ്രൊഡക്ഷൻ ഡിസൈൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഈ 80s സെറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ജീപ്പ്, അതായത് എല്ലാ ഫ്രെയിമും വളരെ റിച്ചാണ്. ഇഷ്ടം പോലെ ആളുകളും. അതായത് DOP ചെയ്തിരിക്കുന്നത് 2 പേരാണ്. അതെ അതെ, രവി കെ ചന്ദ്രനാണ് മെയിൻ, പിന്നെ അഡീഷണൽ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ 2 പുലികള്. അഡീഷണൽ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന ആളാണ് നമ്മുടെ മനോജ് പരമഹംസ. അപ്പം നമുക്കിത് ആരെവിടെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഫുൾ പടത്തിൽ നമുക്കൊരു നല്ല വൃത്തിയാണ്. ഇങ്ങനെ ഷോർട്ട് വൈസ് ഭയങ്കര നല്ല ഭംഗിയായിട്ട് വളരെ റിച്ച് ഫ്രെയിംസ് ആണ് പടത്തിന്. അത് ഈ ടെക്നിക്കാലിറ്റി വല്ലാണ്ട് പടത്തിനെ സഹായിക്കുന്നുണ്ട്. ഒരു വീക്ക് ബൈ ദ നമ്പർ സ്ക്രിപ്റ്റിനെ ടെക്നിക്കലി വളരെയധികം ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് കുറച്ച് VFXന്റെ കുറച്ച് പോരായ്മകൾ ഭയങ്കരമായിട്ട്. പ്രത്യേകിച്ച് ഒരു പവൻ കല്യാണിന്റെ ഒരു ആക്സിഡന്റ് സീൻ ഉണ്ട്. അതിൽ ആ സീക്വൻസ് മുഴുവൻ നമുക്ക് ഒന്നും ഫീൽ ചെയ്തില്ല. കാരണം അതിൽ കുറച്ച് VFX അതിന്റെ എന്താ പറയാ ഗ്രീൻ മാറ്റ് പരിപാടിയൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതും ആ ഗ്രീൻ മാറ്റ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത് പ്രോപ്പർ ആംഗിളിലല്ല. അത് ഭയങ്കര ബോറായിരുന്നു. ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. കാര്യം ആ സീക്വൻസിൽ മൊത്തത്തിൽ കുറച്ച് ഇത് ആംഗിളും നമ്മൾ യൂഷ്വലി കാണുന്ന പോലെ സാധനമല്ല. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്ലേറ്റ് അവർ ചെയ്തിരിക്കുന്നത് എന്തോ ഒരു അല്ലെ പടത്തിന്റെ ത്രൂ ഔട്ട് VFX ഇഷ്യൂസ് ആണ് മെയിനായിട്ട് തോന്നി. പിന്നെ ഈ ഫയറില്ല, കുറേ സ്ഥലത്ത് ഫയർ എലമെന്റ്സ് അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മെയിൻ സീക്വൻസ്, ഈ ടൈറ്റിൽ സീക്വൻസ് ഉണ്ട്. ഈ OG എന്ന പേരെഴുതി കാണിക്കാൻ വേണ്ടി ഒരു കാർ ഇങ്ങനെ പവൻ കല്യാണം ഇങ്ങനെ ചുറ്റി മേളിലെത്തുമ്പോഴാണ് ആ രസം ഉണ്ടായിരുന്നു. ആ മ്യൂസിക്കോട് കൂടി അത് വരുമ്പോഴത്തേക്ക് തിയേറ്ററിൽ അത് എന്ത് ബഹളമാണ് അങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ. അതെ, നമ്മൾ ശരിക്കും ഈ തെലുങ്കന്മാരുടെ കൂടെ ഈ പടം കണ്ടാണ്ടല്ലോ ഇത് വൻ വൈബായിരിക്കും. ഇതിങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് ഒരു നല്ല സിനിമ കാണാം, നാടൻ കഥ കാണാന്ന് പറഞ്ഞ് ഇരുന്ന് കാണുന്ന ടൈപ്പ് കൂടെ ഇങ്ങനെ ഫസ്റ്റ് ഡേ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുക, ആ എനർജി എൻജോയ് ചെയ്യുക. ഈ സിനിമ OTTയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഫിൽമി ഷെക്ക്, റീലോഡ് റോസ്റ്റ് എല്ലാവരും എടുത്ത് കൊടുക്കും. 100% ഷുവറാണ്, അതിലൊരു സംശയം വേണ്ട. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഓവറോൾ പിക്ചറിനകത്ത് അങ്ങനെ ഒരുപാട് എലമെന്റുകളുണ്ട്. അതെ, ട്രോൾ ചെയ്യപ്പെടാൻ ചാൻസ് ഉള്ള പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പാരസെറ്റമോൾ നല്ല സാധനമെന്ന് വിചാരിച്ചിട്ട് തോരനുണ്ടാക്കി കഴിക്കുന്നത്. അതായത് പനി വരുമ്പോൾ കഴിച്ചാൽ കറക്റ്റ് സാധനമാണ് എന്ന് പറയുന്ന പോലെ തിയേറ്ററിൽ ആളുകളുടെ കൂടെ ഇരുന്ന് ഇത് കണ്ടാൽ കറക്റ്റ് എനർജി ഇറങ്ങിപ്പോയേക്കാം. പിന്നെ മറന്നേക്കാം. ശരിക്കും ഗുഡ് ബാഡ് അഗ്ലിയുടെ അവസ്ഥ. അത് ഗുഡ് ബാഡ് അഗ്ലി നമ്മൾ ഞങ്ങളുടെ തിയേറ്ററിൽ കണ്ടപ്പോൾ വിത്ത് തമിഴന്മാരുടെ കൂടെ ആയിരുന്നു. അതുകൊണ്ട് തിയേറ്ററിൽ നല്ല എനർജിയാണ്, ആ വൈബ് എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങള് പിന്നെ കാണണമെന്നൊന്നുമില്ല. പിന്നെ നമ്മൾ ആ പടത്തെ പറ്റി നമുക്ക് ഒട്ടും തന്നെ നമ്മൾ ഭയങ്കര എന്താ പറയുക ഏകദേശം അതിന്റെ ഒരു ലൈനാണ് ഇത്. അത് തന്നെ ശരിക്കും ഫാൻ സർവീസ്. അവിടെ അത് കൊടുത്ത പോലെ തന്നെ ഇവിടെ പവൻ കല്യാണം ഒരു ഫുൾ ഫാൻ സർവീസ് ആണ് അവിടെ കൊടുക്കുന്നത് അല്ലേ. കുറേ രസകരമായത് നമ്മളിപ്പോൾ ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീനുകൾ നമുക്കുണ്ട്, മലയാളികൾക്ക് എസ്പെഷ്യലി. ഒരുപാട് സ്ഥലത്ത് നമുക്കത് ഫീൽ ചെയ്യും. എനിക്ക് ആ ഇൻ്റർവെൽ പടം അത്ര നേരം കുറച്ച് ഗ്രൗണ്ടഡായിട്ട് നിന്നാലേ ആ ഇൻ്റർവെൽ സമയത്ത് സീക്വൻസിൽ പെട്ടെന്ന് ഏറിൽ പറന്ന് നമ്മുടെ സുധീരൻ നായരുടെ തലവെട്ടി. സംഭവം എന്ന് വെച്ചാൽ ഈ ഇമോഷൻ എക്സ്പ്ലോർ ചെയ്യാൻ എനർജി ഇങ്ങനെ പീക്കാകുമ്പോൾ നിലത്തുനിന്ന് കിട്ടിയ പറ്റത്തില്ല. അത് പുള്ളി അങ്ങനെ എലിവേറ്റ് ചെയ്ത് ആ സീക്വൻസിൽ മറ്റേ ബൂമറാങ് ഒക്കെ വെച്ചുള്ള പരിപാടി എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയായിരുന്നു. ആ ഫൈറ്റ് സീൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ കൊള്ളായിരുന്നു. അതിന്റെ അവസാനത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച മറ്റേ ഇവരുടെ ആ ലൊക്കേഷൻ സെറ്റ് ചെയ്യും. ഇതിനകത്ത് ഒരുപാട് ലൊക്കേഷന് ഭയങ്കര പുതുമകളൊക്കെ. മറ്റേ ഒരു എന്താ ചോളം പാടം. അപ്പൊ ഞാൻ വിചാരിച്ചത് ഫുള്ള് ഇനി മറ്റേ ബാറ്റ്മാൻ ആ റെഫറൻസിന്റെ ഇത് ഡാർക്ക് നൈറ്റിന്റെ ഒരു റെഫറൻസ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഇത് മൊത്തം സ്റ്റെൽത്ത് പരിപാടിയായിരിക്കും ഞാൻ വിചാരിച്ചു. എവിടുന്നാ വരുന്നത്, എവിടെയാ വരുന്നത്, ലാസ്റ്റ് OG എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാറ്റ്മാൻ എന്ന് പറഞ്ഞാൽ നിൽക്കുമല്ലോ. ആ സാധനം ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പുള്ളിയുടെ ഒരു സില്ലോട്ട് ഇങ്ങനെ വരും, ഒരു ഷാഡോ. അത് രസം, അത് ഭയങ്കര നല്ല ഷോട്ടായിരുന്നു. അത് പറഞ്ഞു വിഷ്വലി നമ്മൾ കാണുമ്പോൾ ബാഹുബലി സെക്കൻഡ് ഒരു ഷോട്ടിൽ നടന്നു വരുന്നത് ശരിക്കും നമ്മൾ അത് തന്നെ നമ്മുടെ അതെ. ശരിക്കും നമ്മൾ എപ്പോഴും പറയാമല്ലോ തെലുങ്കന്മാർ മാസ് പടം എടുക്കും, ഈ മണ്ടത്തരങ്ങളുള്ള മാസ് പടം എടുക്കുന്നുള്ള പറയുമെങ്കിലും ഇവർ ഈ മാസ് പടം എടുക്കുന്നതിലുണ്ടല്ലോ, അത് നമ്മൾ ഈ കാണുന്ന അതിനെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്നതിൽ അവർക്കൊരു പ്രത്യേക പ്രാവീണ്യമുണ്ട്. ഈ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരുണ്ട്. അതായത് വളരെ കൺവിക്ഷനായിട്ട് ഇതാണ് എനിക്ക് വേണ്ടതെന്ന് കൺവിക്ഷനോട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിനെ എന്താ തടയാൻ പറ്റില്ല. അത്രയ്ക്ക് പവറായിട്ട് അവർ പ്രസന്റ് ചെയ്യുന്നു. പിന്നെ ഈ പറയുന്ന പോലെ റൈറ്റിംഗ് ശ്രദ്ധിക്കത്തില്ല. എനിക്ക് ഹീറോ അവിടെ വരുന്നു, എങ്ങനെ വരുന്നു അതിന്റെ ലോജിക്കൊന്നും അവർക്ക് വിഷയമില്ല. ഹീറോയെ പ്രസന്റ് ചെയ്യുന്നത് നമ്മളിത് മ്യൂസിക്കും പരിപാടിയൊക്കെ ഇട്ട് ഭയങ്കര ഗ്രാൻഡ് സ്കെയിലിൽ വിഷ്വൽ തിയേറ്ററിൽ അവതരിപ്പിക്കാം. എനിക്ക് ഇവിടുന്ന് ആ ഒരു ബാലൻസ് അവർക്ക് കിട്ടിക്കഴിയും. അവർക്കൊരു നല്ല റൈറ്റർ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഇവരെ പിടിച്ചാൽ കിട്ടില്ല. ഈ മറ്റേ ഈ രാജമൗലിയുടെ കേസ് തന്നെ, രാജമൗലി പടങ്ങൾ തന്നെ ഒരു 5 പടം മുന്നേ ഉള്ള പടങ്ങൾ എടുത്താൽ ഇത് ഒരേ ആള് തന്നെ ചെയ്യുന്ന പറയാൻ പറ്റത്തില്ല. പരിപാടി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളി പഴയ പടങ്ങളിലൊക്കെ നല്ല കട്ട ക്രിഞ്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച ആളാണ്.
അതിപ്പോൾ പുള്ളിക്ക് തന്നെ ഭയങ്കര റിഗ്രറ്റ് ഉള്ള ആളാണ്. പുള്ളി ഇപ്പോൾ അതിനെപ്പറ്റി ഇന്റർവ്യൂലൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി തന്നെ നെറ്റി വിളിക്കുന്നത് അതിനെപ്പറ്റി സംസാരിക്കേണ്ട അതൊക്കെ പറയുന്നത്. അപ്പം പുള്ളിയുടെ പിന്നിലൊരു വളരെ സ്ട്രോങ് റൈറ്റർ എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഈ സുജീത് ഇപ്പൊ കണ്ടിടത്തോളം നല്ലൊരു ഡയറക്ടറാണ്. അവർ ഒരുപാട് ചേട്ടാ അവിടെ ഒരുപാട് നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്. ഇവരുടെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു നല്ല ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർ ആക്ച്വലി സ്ക്രിപ്റ്റ് എഴുതുന്നത് തന്നെ ഒരു നമ്മൾ ഈ പറഞ്ഞ ബീറ്റ്സിന് വേണ്ടിയാണ് അവർ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അതാണ് അവരുടെ ഉദ്ദേശിക്കുന്നത്. ഈ പോയിന്റിൽ ഇവിടെ നമ്മളൊരു ഫൈറ്റ് വെച്ച് ഇതിനിടക്കുള്ള സീനുകളിലൊന്നും വലിയ കണക്ഷൻ ഒന്നും വേണ്ട. ആ സീനൊക്കെ വല്ല റാൻഡമായിട്ട് കയറി വന്നോ, നോ പ്രോബ്ലം, നമുക്ക് അത് കഴിഞ്ഞ അടുത്ത സീൻ വരുമല്ലോ. പിന്നെ പ്രത്യേകിച്ച് മറ്റേ നായികമാരെ ലേഡി ക്യാരക്ടേഴ്സിന് ഇവർക്ക് എഴുതാൻ അറിയത്തില്ല. അപ്പൊ അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ ഒരു 5 ടെംപ്ലേറ്റ് ഉണ്ട്. ഈ ടെംപ്ലേറ്റ് ഏതെങ്കിലും കാരണം നമുക്ക് ഒരുപാട് നായികക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അവർ ജസ്റ്റ് വന്ന് പോകട്ടെ. അതെ, ഇപ്പൊ ഈ അടുത്ത കുറെ സിനിമകളിൽ കിട്ടിയൊരു പുതിയ ടെംപ്ലേറ്റ് ആണ് ഈ ആണുങ്ങളെ പോലെ അതേപോലെ തന്നെയുള്ളൊരു നായിക, ഒരു സ്ത്രീ കഥാപാത്രം. അതാണ് ഇപ്പം സ്ഥിരമായിട്ട് ശ്രീയ റെഡ്ഡി ആക്ച്വലി സലാറിലും അങ്ങനെ ചെയ്തിരുന്നു. കൈൻഡ് ഓഫ് അതേ ഒരു സിമിലർ ലൈനാണ് ഇതിനകത്ത്. അല്ല, ഒരു താടിയും കൂടെ വെച്ചാൽ ഇപ്പറയും സെയിം ക്യാരക്ടറാണ്, ഒരു വ്യത്യാസമില്ല. ഇവര് ആണാണ് പെണ്ണാണ്, ആ ക്യാരക്ടറിന് സെയിം ക്യാരക്ടർ റൈറ്റിംഗ് ആണ്, ബട്ട് അതൊരു സ്ത്രീയാണ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അപ്പം എനിക്ക് പേഴ്സണലി അവരുടെ അർജുൻ ദാസിന്റെ അവരുടെ ഒരു എലമെന്റ് ഇല്ലേ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ അത് സിനിമയിൽ നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നുന്നില്ലെങ്കിലും ആ സപ്ലോട്ട് എനിക്ക് ഓക്കെ ആയിരുന്നു തോന്നി. കാരണം ഇങ്ങനത്തെ ഒരു സിനിമ ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം അത് സിനിമ കുറച്ച് ഫോൾട്ടർ ചെയ്ത് നിൽക്കുമ്പോഴാണ് ട്വിസ്റ്റും പരിപാടിയൊക്കെ വരുന്നത്. അത് എനിക്ക് തോന്നുന്നത് പ്രസന്റ് ചെയ്തതും നമുക്ക് കൺവിൻസിങ് ആയിട്ടല്ല, അത് കുറച്ചധികം സമയമൊക്കെ എടുത്ത് അത് കുറച്ച് ഇതായി പോയി, കുഴഞ്ഞു പോയത്. അപ്പം ആ എലമെന്റ് വർക്കാവേണ്ടതായിരുന്നു. അതെ, അത് ഞാനതിങ്ങനെ കാര്യം ഈ പടം ഓപ്പൺ ചെയ്യുന്ന പടം നരേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നത് തന്നെ അർജുൻ ദാസ്. അപ്പൊ അർജുൻ ദാസിന്റെ ക്യാരക്ടറിന്റെ ഗോളുണ്ട്, നമ്മൾ അറിഞ്ഞിങ്ങനെ പയ്യെ നമ്മൾ ഇനിഷ്യലി പുള്ളി നരേറ്റ് ചെയ്യുമ്പോൾ പുള്ളി ഈ OGയെ പറ്റി നരേറ്റ് ചെയ്ത് കൊണ്ടുവരുവാണ്. അങ്ങനെ കൊണ്ടുവന്ന ഒരു പോയിന്റിൽ നിന്ന് ഫ്ലിപ്പ് അടിക്കും പുള്ളിയുടെ ഗോൾ വരുമ്പോൾ നമ്മൾ. അപ്പോൾ അതെനിക്ക് കൊള്ളാലോ ഈ സംഭവം എന്ന് തോന്നി. അവിടെ കൊണ്ടുപോയി പടം ഈ പുള്ളിയുടെ എന്താണ് ബാക്ക് സ്റ്റോറി എന്ന് കാണിക്കുന്ന പോയിന്റ്, ആ കഥ കൊള്ളാമെങ്കിലും അതിന്റെ പ്രസന്റേഷനും അത് വരുന്ന പോർഷനൊക്കെ നമുക്ക് കുറച്ച് ആ റൈറ്റിംഗ് കുറെ കൂടെ സ്ട്രോങ്. പിന്നെ അവിടെ ഒരു വലിയ മണ്ടൻ സീൻ ഉണ്ടായിരുന്നു. അതായത് ഇവൻ ഈ ഗണ്ണെടുത്ത് സ്വയം വെടിവെക്കാൻ നേരത്തെ ശ്രീയാറെഡി ഗണ്ണിൽ കയറി പിടിക്കും, ഈ ഗണ്ണ് ഫയർ ചെയ്യും, പുകയുമ്പോൾ സൗണ്ട് മാത്രമില്ല. അത് നമ്മൾ അത് ആക്ച്വലി ആ ആക്ട് അവർ ചെയ്ത ആക്ട് ഭയങ്കര ക്യുക്കാണ്. അവർ വിചാരിച്ചാണ് ഇതൊരു അൺനോട്ടീസ് ആയി പോവായിരിക്കും, അല്ലെങ്കിൽ അത് കട്ട് ഷോട്ട് ചെയ്തായിരിക്കും. അതായത് ആ സീക്വൻസ് അതിന് മുമ്പ് ഒരു ഡയലോഗ് എന്തെങ്കിലും വെച്ചിട്ട് അത് വേണ്ട, അത് എന്തെങ്കിലും ഒരു ഡിസിഷൻ പിന്നെ എടുത്തു. അവർക്ക് ആ ഗണ്ണ് ഫയർ ചെയ്യാൻ സൗണ്ട് വിട്ടാൽ മതി. കാരണം ഇത് ഫയർ ചെയ്യാതെ നമ്മളിത് അതെന്ത് തരം ഗണ്ണ്, ശബ്ദമില്ലാതെ വെടിവെക്കാൻ പറ്റുന്ന ഒരു ഗണ്ണാണത് എന്ന് പറയുന്ന പോലത്തെ. അത് എന്താണ് സംഭവം മനസ്സിലായില്ല. അത് ഫയർ ആയി, ബട്ട് അതിന്റെ സൗണ്ടോ ഒന്നും മനസ്സിലായില്ല. പക്ഷെ നമ്മള് വിഷ്വലി അത് പൊട്ടുന്ന ഇത് നമ്മൾ കാണും. കിയാനോ റീവ്സിന്റെ മറ്റേ ജോൺ വിക്കിന്റെ ബൂഗിമാൻ, അതെ മൾട്ടിപ്പിൾ സിനിമകളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പൊ ജോൺ വിക്ക് തന്നെ അതിനു മുമ്പ് അതേ പാറ്റേണിൽ ഒരുപാട് പടം വന്നിട്ടുണ്ട്. ബെസ്റ്റ് വേർഷനാണ് ജോൺ വിക്ക്. ജോൺ വിക്ക് ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇതൊരു തെലുങ്ക് പടം ആക്കാൻ പറ്റിയ പടമാണ്. അല്ലല്ല, ബേസിക്കലി ജോൺ വിക്കിന്റെ ആ ലൈൻ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഒരുപാട് പടങ്ങൾ ആ ഒരു പാറ്റേണിൽ വന്നിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ തന്നെ. പക്ഷേ അതിന്റെ ഒരു വളരെ ജനകീയമായ അല്ലേ ഒരു നല്ല വേർഷനായിരുന്നു ഈ പറഞ്ഞ ജോൺ വിക്ക് എന്ന് പറഞ്ഞ പടം. ജോൺ വിക്കിനെ ഈ ബാബായാഗ ബൂഗിമാൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിനകത്ത് എന്തുവാ ഈ വില്ലന്മാര് വേറൊരു പേരിട്ടില്ല, അങ്ങനത്തെ ഒരു സാധനം ഇട്ട് അതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായില്ല. അതെ, അതിനി ആളുകൾ പോയി സെർച്ച് ചെയ്യുന്നുള്ള അർത്ഥത്തിലായിരിക്കും. അത് പല പേരുകളിൽ പുള്ളിയെ വിളിക്കുന്നുണ്ട്. ഈ OG തന്നെ ഒറിജിനൽ ഗാങ്സ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട്, ഓജസ് ഗംഭീർ, അങ്ങനെ പല ഓരോരുത്തർക്ക് ഓരോ പേരാണ് എന്ന് പറയുന്നത്. ഈ ബഗൽ ബുവ എന്ന് പറയുന്ന ഒരു സംഭവം ഇവർ വിളിക്കുന്നുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ബൂഗിമാൻ പോലത്തെ ഒരു സാധനമായിരിക്കും. എനിക്ക് അതുപോലെ ആ പോലീസ് സ്റ്റേഷനിലെ സീൻ എനിക്ക് രസമായിട്ട് തോന്നി. മറ്റേ അഭിമന്യു സിംഗിനെ കാണാൻ ചെന്നിട്ടേ മറ്റേ വിരൽ പക്ഷെ പുള്ളി കുറച്ച് ആക്ട് ചെയ്ത് പോയി. അതെ ഒറ്റ ഇതിൽ തീർന്നായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ പോലീസ് സീക്വൻസ് കണ്ടിട്ടുണ്ടല്ലോ. ആ സീക്വൻസിന്റെ ഇങ്ങനെ സെറ്റിംഗ് പരിപാടി രസം. ഇങ്ങനെ വിരൽ ഇങ്ങനെ എടുത്ത് വെച്ച് വിരൽ കട്ട് ചെയ്യാൻ പറയും. അപ്പോൾ വിരൽ വേണ്ട, കൈ മുറിക്കാൻ വലിയ കത്തി എടുത്തോണ്ട്. അപ്പോൾ പോലീസുകാരെല്ലാം കത്തി എടുക്കാൻ പറയുന്നത് എന്തിനാണെന്നറിയാം. അതായത് നീ തോക്ക് കണ്ടിട്ടുണ്ടോ, നീയൊക്കെ പഴയ തുരുമ്പിച്ച ആയുധങ്ങളാണെന്ന് പറയാം. അതുകൊണ്ടാണ് പഴയ കത്തി എടുക്കണമെന്ന് പറഞ്ഞ് പഴയ വലിയ കത്തി എടുത്തോണ്ട് കൈ മുറിക്കാനുള്ള ആ സീക്വൻസ് എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടു. അതിലും പുള്ളിയുടെ പെർഫോമൻസ് ഇങ്ങനെ കുറച്ച് അതായത് അതിന്റെ ടൊണാലിറ്റി ഇങ്ങനെ ഡിഫറൻസ് ആവും. അതിങ്ങനെ അല്ലേ പുള്ളി ഒറ്റ പഞ്ചിലായാലും തീർക്കുന്നു. ആ സീൻ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പുള്ളി ഇങ്ങനെ കുറച്ച് നേരം അതിങ്ങനെ, കാരണം ആ പോലീസുകാരൻ മെയിൻ ക്യാരക്ടർ പോലും പുള്ളി അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി വലിയ ഒന്നുമില്ല. പുള്ളിയുടെ ക്യാരക്ടർ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു ആ ക്യാരക്ടറിന് ഇവരെ അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിയെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഈ പറഞ്ഞ പുള്ളിയെ അറിയിച്ചു കൊടുക്കുക,
അതിനുശേഷം പുള്ളിയുടെ ക്യാരക്ടർ എങ്ങോട്ടെങ്കിലും പോകുന്ന വെച്ചാൽ അങ്ങനൊന്നും ഇല്ല. അതിങ്ങനെ വെറുതെ ഒരു സൈഡ് വേറെ ആള് അർജുൻ ദാസ് ഒന്ന് കൊല്ലുന്ന പോലെ അത് സൈഡ് ക്യാരക്ടർ കൂടെ അങ്ങ് പോവാണ്, വെറുതെ നിൽക്കുക പുള്ളി. പിന്നെ പുള്ളിക്കൊന്നും ചെയ്യാനില്ല. പിന്നെ പടത്തിലെ വില്ലൻ ക്യാരക്ടറായിട്ട് ചെയ്തത് നമ്മുടെ ഇമ്രാൻ ഹാഷ്മിയാണ്. ഇമ്രാൻ ഹാഷ്മിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചുമ്മാ തീ സാധനമായിരുന്നു. ഉള്ള സാധനമാണ്. പക്ഷേ ഇമ്രാൻ ഹാഷ്മിയുടെ ക്യാരക്ടർ ഇങ്ങനെ നല്ല സീനാണല്ലോ, മോശം സീൻ, നല്ല സീൻ, മോശം സീൻ, ഇങ്ങനെയാണ് ഇമ്രാൻ ഹാഷ്മിയുടെ ക്യാരക്ടറിനൊരു ഈ കട്ടക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അതെ, കാര്യം എന്താ വെച്ചാൽ ഇപ്പുറം ഈ സൈഡിൽ നായകനെ ഇങ്ങനെ ഉയർത്തി മേളിൽ കയറ്റിയിരിക്കുക. വില്ലനെ പറ്റി പറയുമ്പോഴത്തേക്കും അത്രയില്ല, അത്രയും പറയുന്നില്ല. ആ ഇന്റർവെൽ സീനിന് ഏകദേശം ഒരുമിപ്പിച്ച് കൊണ്ട് നിർത്തേണ്ടതായിരുന്നു, പക്ഷെ അങ്ങനെയല്ല നിർത്തിയേക്കുന്നത്. ഞാൻ വിചാരിച്ച് ഇപ്പുറത്ത് നായകൻ ഇവിടെ പാല് കാച്ചി അവിടെ താലിയെട്ടെന്ന് പറയുമ്പോൾ ഇവിടെ നായകൻ പിന്നെ തലയ്ക്കൊന്നും ഒരു വിലയില്ല ഇതിനകത്ത്. എല്ലാവരുടെയും തല വെട്ടി നായകൻ 30 തല വെട്ടുമ്പം വില്ലൻ 40 തല വെട്ടും. അല്ലാതെ തലവെട്ടിക്കളി, കൈകെട്ടിക്കളി അല്ല, ഈ ആരെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒരു 10 തലയെങ്കിലും അവൻ ആരാന്നറിയാവോ? അവൻ അന്ന് അവിടെ 10 പേരെ കൊന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ സീനിൽ ഒരുത്തനെ എസ്റ്റാബ്ലിഷ് അവൻ ആരാന്നറിയാവോ? നമ്മൾ നോക്കുമ്പോൾ ഈ മാസ് നായകന്മാരെ എങ്ങനെയാണ് ആൾക്കാരെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എത്ര പേരെ കൊന്നു, റോക്കി ഭായി എന്ന് എത്ര പേരെ കൊന്നു റോക്കി ഭായി എന്ന പടത്തിൽ ചോദിക്കുന്നവരാണ് ഈ മാസ് നായകന്മാർ. വേറൊരു രീതിയിലും പവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എത്ര പേരെ കൊന്നു, നിങ്ങൾ ഫിസിക്കലി എത്ര പേരുമായിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് ജയിച്ചു എന്നതിലാണ് നമ്മുടെ നായകനെ പ്രസന്റ് ചെയ്യുന്നത്. അത് ഈ അടുത്ത് ഈ കുറേ കാലമായിട്ട് കാണുന്ന എല്ലാ മാസ് പടത്തിലും ഇതാണ് പ്രശ്നം, എത്ര പേരെ കൊല്ലുന്നു എന്നുള്ളതാണ്. ഈ പഴയ നമ്മളൊരു മാസം ഞങ്ങളും കൊല്ലും, ഒരു ദയം ദക്ഷില്ലാതെ നായകർ 10-100 പേരെ കൊല്ലും, അത് വേറെ കാര്യം. ഈ മറ്റേ പഴയ പടങ്ങളിൽ വില്ലന്മാര് പറയത്തില്ലേ, എങ്കിട്ട ഇവന്മാരിനി ഇവരൊക്കെ എന്തുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന അറിയോ, ഭയം എന്ന് പറയുന്നത്. അത് ഇതിനകത്ത് നായകനാ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ ഭയം. അപ്പൊ അങ്ങനെ നായകനാണോ വില്ലനാണോ? ഓജി വില്ലനാണ്. വില്ലൻ എന്ന് വെച്ചാൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ആണ് എല്ലാം. നെഗറ്റീവ് ഷെയ്ഡുള്ള മറ്റെന്തോ നന്മ നിറഞ്ഞ ഗുണ്ട എന്നുള്ള രംഗമൊന്നും ഇല്ല. ലാലേട്ടൻ പറയുന്നില്ല, തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് ഇത് മൊത്തം. യുദ്ധം. സിനിമ തുടങ്ങുമ്പോൾ ഒരു പരിപ്പുണ്ട്, പ്രകാശാന്റെ മകൻ മരിക്കുന്നു. ഇന്റർവെല്ല് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഓപ്പൺ ചെയ്തത് സുധീരനായരുടെ മരിപ്പിൽ. അത് കഴിഞ്ഞ് പിന്നാറെ മരിപ്പാ. ഞാനപ്പോ എഴുതി വെച്ചു. അല്ല, സുധീരനായരുടെ മരിപ്പ് മാത്രമല്ല, ആ സമയത്ത് പ്രിയങ്ക അരുൾമോഹന്റെ മരിപ്പും സുധീരനായരുടെ മരിപ്പും ഇങ്ങനെ ഇന്റർകട്ട് ചെയ്താണ് കാണിക്കുന്നത്. അതെ, മരിപ്പോട് മരിപ്പ്. അതെ, ഈ മറ്റേ ലൂസിഫർ തുടങ്ങുന്ന ഒറ്റ മരിപ്പില്ല. അതെ, ഈ സിനിമയ്ക്ക് ആ ഒരു സംഭവം പറയണം തോന്നി. അത് എനിക്ക് ലൂസിഫറിന്റെ കുറെ എലമെന്റുകളെ ഇങ്ങനെ പലയിടത്തായിട്ട് സ്കാറ്റേഡ് കിടക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അല്ല, ഇവര് റെഫറൻസ് ആയിട്ട് വെച്ചതല്ല എന്തായാലും മാസ് സിനിമകൾ തന്നെ, പക്ഷെ അത് നല്ല കുറച്ചൊരു ക്ലാസിക്. ലൂസിഫർ പക്ക ക്ലാസിക് എന്ന് പറയുന്നില്ല, എന്നാലും മോഡേൺ ഒരു നമ്മൾ ഈ പറഞ്ഞ മറ്റേ മെന്റൽ മാസ് പടമല്ല, ഭയങ്കര നല്ല രീതിയിൽ ചെയ്തേക്കുന്ന ഒരു വൃത്തിയുള്ള വേറൊരു പേസിംഗിൽ പോകുന്ന ഒരു മാസം പടമാണ്. അപ്പൊ ആ ലൈനിൽ നോക്കുവാണെങ്കിൽ ഇവർ റെഫറൻസ് വെച്ചേക്കുന്ന മാസപടമൊക്കെ ഇവർക്ക് വേറെ ലൈൻ മാസപടം ചെയ്യണമെന്നുണ്ട്. ഞാൻ ഈ പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞ് ഈ എഡിറ്റിങ്ങിന്റെ പേസിങ്ങിന്റെ ഒരു താളം കണ്ടപ്പോൾ തന്നെ എന്തൊക്കെ ആരെയൊക്കെ കൊന്നാലും ഒരു താളത്തിൽ കണ്ടോണ്ടിരിക്കാലോ. ഈ പറഞ്ഞ മറ്റേ എഡിറ്റ് മറ്റേ കട്ട് ആ ലൈനല്ല, അത് കുറച്ച് ഒരു നല്ല പീസ് ഉണ്ട്, അത് കൊള്ളാം. പിന്നെ ഞാൻ ഈ ഇന്റർവെൽ സീൻ കത്തി എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അത് ഒരു പോയിന്റിൽ പടം ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ സാധനം ഒന്നും കാണത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഉണ്ടായി, പറന്നടിയും തലവെട്ടിക്കളിയും. പിന്നീട് അങ്ങനെ സാധനം ഇല്ല, പിന്നീടും ഇല്ല. ആ ഇന്റർവെൽ ആ ഒരു സീക്വൻസ് മാത്രമേ. അത് ഇമോഷണലി കത്തി സീൻ എന്ന് പറഞ്ഞാൽ അണ്ണൻ ഈ സമുറായി ആണല്ലോ, അപ്പൊ അണ്ണൻ ഈ കറ്റാന ഉപയോഗിച്ചോണ്ട് കറ്റാന ഉപയോഗിച്ച് വെടി വെക്കുമ്പോഴത്തേക്കും ഇത് അത് ഓൾറെഡി നമ്മൾ ഇംഗ്ലീഷ് പടത്തിലേക്ക് കണ്ടുകൊണ്ട് നമുക്ക് കുറച്ച് പാസിബിൾ സാധനം. അല്ല, ഇംഗ്ലീഷിലെ ലോകയ്ക്കകത്തുണ്ട്. അത് ലോക സൂപ്പർ ഹീറോ മനസ്സിലായി. ഞാൻ പറയുന്നത് ഈ വാള് വെച്ച് ബുള്ളറ്റ് കൊണ്ട് തടക്കുന്നത് മറ്റേ എന്താ നമ്മുടെ ഏതൊക്കെ കുറെ ഇംഗ്ലീഷ് പടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ മുഹമ്മദി നമ്മുടെ ജിയെ ജോയോ അല്ലല്ല ചുമന്ന് ഡെഡ്പൂള് ഇപ്പൊ ലോകയ്ക്കകത്താണ് ഈ അടുത്തിടയ്ക്ക് ആ പരിപാടി കാണുന്നത്. പിന്നെ ഞാൻ റിയൽ ലൈഫ് സാമുറൈസ് കണ്ടിട്ടുണ്ട് അങ്ങനെ നടക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. മറ്റേ ബുള്ളറ്റ് അല്ല മറ്റേ ഇത് പെല്ലറ്റിനെ ഇവരിങ്ങനെ അറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അവർക്ക് വേണമെങ്കിൽ അത് സാധിക്കും എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഇതിനകത്ത് ഇത് പറ്റുന്ന പരിപാടിയാണ്. ഞങ്ങളുടെ സിനിമ കൊള്ളാന്നുള്ളത് പറഞ്ഞാൽ നെഞ്ചത്ത് വരുന്നുണ്ട്, ഇങ്ങനെ വെച്ച് തടുക്കുന്നതല്ല, സൈഡിലേക്ക് ഇവരിങ്ങനെ മറ്റേ അങ്ങനെ ഒരു പരിപാടി 6 പേര് നിരന്നൊക്കെ വെടിവെക്കുന്നത്. അതെ, ചുറ്റുപടി കണ്ണൻ ഇങ്ങനെ മറ്റേ ബാഹുബലി അമ്പ് തടയുന്ന പോലെ. ബേസിക്കലി എനിക്ക് ഏറെ പറക്കാതെ നിലത്ത് നിന്ന് പുള്ളി സമുറായിയാണ്, പുള്ളി ഭയങ്കര ഓജിയാണെന്നൊക്കെ പറയുമ്പോൾ പോട്ടെ എന്ന് നമ്മളൊക്കെ വിടാം, അങ്ങനെ ഇങ്ങനെ വിട്ടേക്ക് പുള്ളിയെ.
എന്നുള്ള അതിനാണ് കാര്യം. ഓൾറെഡി തെലുങ്ക് സൂപ്പർ സ്റ്റാറാണ്, തെലുങ്ക് സൂപ്പർ മാസ് പടമാണ്. അപ്പോൾ അതിനകത്ത് ഇതൊക്കെ ഇതൊക്കെ മറ്റേ സഹജം എന്ന് പറയുന്ന അവസ്ഥ. എനിക്കത് ഭയങ്കര പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. കാര്യം ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാ എന്ന് പറയുന്ന മൈൻഡ് സെറ്റ്. ക്ലൈമാക്സിൽ ഇമ്രാൻ ഹാഷ്മി അടി എരന്ന് മേടിക്കുന്ന ഒരു സാധനല്ലേ, അതെ അതെ, നിന്റെ ഭാര്യയെ കൊന്നറിയൂ. അത് തന്നെ ലാസ്റ്റ് ഈ കഥയെല്ലാം പറയണം. അതായത് നായകൻ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഫുള്ള് എന്താ പറയുക, മറ്റേ ലേസർ അടിച്ച് നിർത്തിയിരിക്കുക നായകൻ അനങ്ങാൻ പറ്റുന്നത്, അനങ്ങേ വെടി വെക്കും, ആ ലൈൻ നിൽക്കുക. അപ്പോഴാണ് വില്ലൻ നായകനോട് പറയും, നായകനെ ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ മൂപ്പിക്കണം. അല്ല അതിനുമുമ്പ് ഗ്ലാസ്സിൽ ശരി അത് കഴിഞ്ഞാ തോന്നല്ലേ, അല്ല ഇങ്ങനെ നിൽക്കുകയല്ലേ ഇവരുടെ ഇതിൽ നിൽക്കുക പുള്ളി. അത് കഴിഞ്ഞിട്ടാണ് ഇത് നടക്കുന്നത്. അത് അങ്ങനെ നിൽക്കുമ്പോൾ മറ്റേ മേളിൽ നിന്ന് വരെ തല വീഴും, മനസ്സിലായി. അങ്ങനെ നിൽക്കുമ്പോൾ മകള് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടാണ് തല വീഴുന്നത്. തല വീഴുന്നത്. അപ്പോൾ ചർച്ച ചെയ്യാം, മുട്ടും ചർച്ച. അല്ല, ഒരു സംഭവം എന്തോ സംഭവിച്ചിട്ട് വില്ലൻ നായകനോട് ഇങ്ങനെ സമാധാനമായിട്ട് ഇരുന്നിട്ട് നായകനൊന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കുമ്പോഴത്തേക്കും വില്ലൻ പറയും, ഇവൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഒന്ന് മൂപ്പിച്ചേക്കാം. നിന്റെ ഭാര്യ കൊന്ന് ആരാന്ന് പറയൂ, എന്റെ അനിയനല്ല ഞാനാണ്. എന്റെ അനിയനാന്ന് വിചാരിച്ചത് എന്റെ അനിയനെ കൊന്നു, പക്ഷേ ഞാനാ അവനെ കൊന്ന്. അതെ. എന്നിട്ട് ഭാര്യയുടെ എന്തോ മാലയൊക്കെ പൊട്ടിച്ചെടുത്തിട്ട്, താലിമാല പൊട്ടിച്ചെടുത്തിട്ട് ഇവനെ ഒഴിച്ചു കൊടുത്ത ഇല്ലാതെ. അപ്പൊ ഞാൻ വിചാരിച്ച ഈ താലിമാല പുള്ളി ഫുൾ ടൈം പോക്കറ്റിൽ നടക്കുന്നത് ഇമ്രാൻ ഹാഷ്മി. അങ്ങനല്ല, അമ്മ എന്റെ പാറ്റ് കഴിക്കാം, മോനെ അത് വാഷിംഗ് മെഷീൻ ഇട്ടോ, അയ്യോ അമ്മ എടുത്തൊരു മാല ഉണ്ടോ അതൊക്കെ എടുത്ത് എന്ന് പറയുന്ന അതേ അവസ്ഥ ആയിരിക്കും വീട്ടിലല്ലേ. മറ്റേ ഈ ഡയലോഗൊന്നും പറയാതെ അത് മാത്രമായിരുന്നെങ്കിൽ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. ഞാനാണ്, അതാണ്, ഇന്നത്തെ തേങ്ങയാണെന്ന് പറയാതെ. അല്ല, അത് ചേട്ടാ ഇവർക്ക് പറയുകയും കാണിക്കുകയും വേണം. അതൊരു നിർബന്ധമാണ്. അതുകൊണ്ട് തട്ടിപ്പോയാൽ അതെ, അതുകൊണ്ട് വെറുതെ മരിക്കുകയാണ് അങ്ങനെ എല്ലാവരും. എനിക്കതാ പ്രിയങ്ക അരുൺമോഹന്റെ ക്യാരക്ടർ മരിക്കുക എന്നുള്ളത് പുള്ളിയുടെ ഒരു ഇൻട്രോ സീൻ കാണുമ്പോൾ അറിയാം. ഇത് മരിപ്പിനുള്ള വടയും ചായ പോലും കാണിച്ചില്ല. കൺമണി പറഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായി, ഇത് മരിപ്പിനുള്ള വടയും ചായ അവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്നുള്ള സംഭവം. എന്തിനാ വന്ന മരിക്കാൻ വേണ്ടി വന്നതെന്ന് പറയുന്നതല്ലേ. അത് ശരിക്കും നമ്മളിത് ഇപ്പം പടം കണ്ടുവന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, എടാ ഈ സീനിൽ പ്രിയങ്ക മരിച്ചില്ലെങ്കിൽ സുജീതിന് ഞാൻ 1 മാർക്ക് കൊടുക്കും. ആ മാർക്ക് വേസ്റ്റ് ആയിപ്പോയി, കൊടുക്കേണ്ടി വന്നില്ല. കാര്യം പുള്ളിക്കാരി മരിക്കും ആ സീനിൽ. ഒരു കാര്യമില്ല, ഒന്ന് ആലോചിച്ചേ. ഉള്ളിൽ ഒളിച്ചിരുന്ന വെങ്കച്ച അവൻ പുറത്ത് ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചാ ചിലപ്പോ രക്ഷപ്പെടുകയായിരിക്കും. സുധേന്ദ്രന്റെ തലയ്ക്ക് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എടുത്ത് എറിയും. അതൊക്കെ കോമഡിയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ചാത്തയാത്ത്. സുധേന്ദ്രൻ ആലോചിക്കും, ഇതിനെ കൊല്ലണോ വേണ്ടയോ, പോയേക്കാം അല്ലേ വേണ്ട കൊന്നേക്കാം, ആ സാധനം അല്ലേ. പ്രസന്റേഷനിലെ ഡീറ്റെയിലിംഗ് സ്ക്രിപ്റ്റിംഗിൽ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ്, ബെറ്റർ ഒരു നല്ല മാസ് പടം കിട്ടിയാലേ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചിരിക്കാനും രസിക്കാനും പോകുന്നൊരു തെലുങ്ക് മാസ് പടത്തിനുപരി എന്തെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 1 മാർക്ക് കൂടെ കൊടുക്കാം എന്നുള്ള. എനിക്ക് തോന്നുന്നു ഈ ഒരു പാറ്റേണിൽ കുറച്ചുകൂടെ ബെറ്റർ പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത പടമാണ് ഡാക്കു മഹാരാജ്. കാരണം അതിൽ ഡാക്കു മഹാരാജിൽ ഒരൊറ്റ ക്യാരക്ടർ ഉർവശി റൗട്ട്ലയുടെ ഒരു ആ ഒരു സെക്ഷൻ, ആ ഒരു സോങ്ങും പുള്ളിക്കാരുടെ ആ ക്യാരക്ടറും മാത്രം എടുത്തു മാറ്റിയാൽ തന്നെ അത് ഒരിക്കലും പടത്തിനെ അത് അത് അധികമല്ല, അത് വളരെ ക്വിക്കാണ്, പെട്ടെന്ന് ആ സീക്വൻസ് പോകുന്നത്. പക്ഷേ അത് ഒഴിച്ചു നിർത്തിയ സിനിമയിൽ ഇതുപോലെ പറഞ്ഞ് ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ കുറവായിരുന്നു. നല്ല രീതിയിൽ അത് ചെയ്തത്. അത് ഒരു പഴയ ടെംപ്ലേറ്റിലുള്ള പടമാണ്. കറക്റ്റ് ബീറ്റ് പോയിന്റ്സ് കറക്റ്റായിട്ട് മീറ്റ് ചെയ്ത് പോയൊരു പടമാണ്. ഇപ്പം നമ്മൾ ഒരുപാട് പടത്തിൽ പറഞ്ഞു ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം, അതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. ആ യൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റ് ആ 80കളിൽ എങ്ങനെയാണ് യൂസ് ചെയ്തത് അതേ രീതിയിൽ വീണ്ടും യൂസ് ചെയ്യരുത്. ഇനി ഇപ്പോഴത്തെ ഓഡിയൻസ് ട്വീക്സ് ആണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. നമ്മൾ എഴുതുമ്പോഴും ഒരു ആക്ഷൻ പടം എഴുതിയാലും ഈ ബോംബ് അതൊക്കെ തന്നെ പറയാൻ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരു ആക്ഷൻ പടം പറയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര ആക്ഷൻ ചെയ്യാനുള്ള എന്ത് റീസണിങ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് റീസണിങ് വളരെ കുറവായിരിക്കും. അതായത് നമുക്കൊരു ഇമോഷണൽ ഹൈ കിട്ടുന്ന ഒരു റീസണിങ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. എപ്പോഴും നമ്മുടെ ഇമോഷണൽ ഹൈ കിട്ടുന്ന റീസണിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ഡെത്ത് ഉണ്ടാകുന്നു, ഒരു കൊലപാതകം നടക്കുന്നു, അതിനോട് റിയാക്ട് ചെയ്ത് നിർത്താം. അതാണ് നമ്മുടെ സിനിമകളിലെ ഒരു മെജോറിറ്റി ഓഫ് പടങ്ങളിലുള്ള ഈ ആക്ഷൻ പടത്തിൻ്റെ ഒരു മെയിൻ കോറ് സാധനമായിരിക്കും. അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ വാർഫെയർ എന്ന് പറയാം. അതായത് ഈ ബാറ്റ്മാൻ വി സൂപ്പർമാൻ എന്നൊക്കെ പറഞ്ഞത് രണ്ടുപേരും 2 ഐഡിയോളജിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. സൂപ്പർമാൻ ഗവൺമെൻറ്റിനൊപ്പവും ബാറ്റ്മാൻ ഒരു വിജിലാൻറ്റി ആയിട്ട് പുറത്തു നിന്നും. അപ്പോൾ അവർ തമ്മിൽ ഉള്ള ക്ലാഷ്, അങ്ങനത്തെ സിനിമ ഉണ്ടായിട്ടില്ല, അങ്ങനെയാണെന്ന് പ്രതീക്ഷിച്ച് പോയൊരു പടം അത് നമ്മൾ അറിയാമല്ലോ. സൂപ്പർമാൻ അമ്മയുടെ പേരിലാണ് അവർ അടി ഉണ്ടാക്കുന്നത്, അമ്മയ്ക്ക് വേണ്ടി. അപ്പം അങ്ങനെ ഐഡിയോളജിക്കൽ വാർഫെയർ ഒക്കെ, അതായത് ഞാൻ വിശ്വസിക്കുന്നതല്ല നീ വിശ്വസിക്കുന്നത് എന്ന ലൈനിലൊക്കെയാണ് നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ പ്രകാശ് രാജ് എന്ത് പറയുന്നു അത് ചെയ്യുന്ന ഒരു ആളാണ് ഓജി. പക്ഷേ ഓജിക്ക് ഭയങ്കര മാസമാണ് എന്ന് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴും
അത് മതിയായിരുന്നു. ആ പോർട്ടിൽ ഇന്ന സാധനം കടത്താതിരിക്കാൻ വേണ്ടിയുള്ള ഒരു യുദ്ധം മതിയായിരുന്നു. നമ്മൾ പിന്നെയും കുറേ സമയം പിന്നെ ഒരു ഇമോഷണൽ കണക്ഷനും പ്രിയങ്ക മോഹൻ അല്ലേ പേര് കൊണ്ടുവന്ന ആ ഒരു ഇമോഷണൽ ആംഗിളിലേക്കൊന്നും പോകണ്ട. അത് എനിക്ക് തോന്നുന്നു ഇപ്പം അത് കട്ട് ചെയ്ത് മാറ്റിയാലും നമുക്ക് ഇതൊരു കുറച്ചൊരു ടൈറ്റർ ഒരു തെലുങ്ക് പടമായിട്ട്, തെലുങ്ക് മാസ് പടം, ഫാൻസുകാർക്ക് കയറി കൈയടിക്കാനുള്ള ഒരു മാസ് പടമാക്കി മാറ്റി. അതെ. അപ്പം അങ്ങനെ പോവാം. പക്ഷെ ആ ഒരു ലൈനിലേക്കൊന്നും പോകാം. അല്ലെങ്കിൽ ആ ലൈൻ വൃത്തിക്ക് എഴുതണം. ഈ ടെംപ്ലേറ്റ് ലൈൻ അല്ലാതെ ഇച്ചിരി വൃത്തിക്ക് എഴുതണം. ഇതിപ്പം ക്രിഞ്ചായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. നമ്മൾ കണ്ട് ശീലിച്ചൊരു തെലുങ്ക്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹൈ കിട്ടുമെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നമുക്ക് ഹൈ കിട്ടാമായിരുന്നു എന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് നമ്മുടെ പവർ സ്റ്റാറിൻ്റെ പവറില്ലായ്മ കൊണ്ട് നമുക്ക് പലയിടത്ത് പവർ സീൻ ഇനിഷ്യലി കുറച്ച് സീക്വൻസ് രസമുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ അറിയാം ഇതാണ് അടുത്തത്, വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന. പക്ഷെ പവർ ഇല്ലായ്മയാണ് പ്രശ്നം. പവർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഞാൻ പയനെന്ന് തോന്നി. ഞാനൊരു പവർ സ്റ്റാർ ഫാനാണ്, പക്ഷെ എന്നാലും പറയാതിരിക്കാൻ പറ്റുന്നില്ല, പവർ സ്റ്റാറിൻ്റെ പവർ കുറവാണ്. കാര്യം പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ഇൻട്രസ്റ്റ് ലൂസായെന്ന് തോന്നുന്നു ഈ പടത്തിൻ്റെ പരിപാടിയൊക്കെ. പുള്ളി രാഷ്ട്രീയത്തിലേക്ക് കംപ്ലീറ്റ്ലി അങ്ങ് സമർപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതുകൊണ്ടാണ് തോന്നുന്നു. അല്ലേ, പുള്ളി ഒരേ ഇങ്ങനെയുള്ള സ്റ്റാർസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സിമിലർ 5 സബ്ജക്ട്സ് ആണല്ലോ കേൾക്കുന്നത്. അതായത് സാറ് തുടക്കം തന്നെ ഒരു വലിയ ഫൈറ്റാണ്, സാറ് ഭയങ്കര സംഭവമാണെന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ടോ എന്നുള്ള ലൈനാണ്. ഇറങ്ങുമ്പം ഉള്ള ഫാൻസിൻ്റെ റെസ്പോൺസ് ഇഷ്ടമാണെങ്കിലും ചിലപ്പോൾ കഥ കേൾക്കുമ്പോഴത്തേക്കും സിനിമയിൽ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും. അല്ലെങ്കിൽ അവർക്കും തയ്യാറാകും. ഇപ്പോൾ പവൻ സ്റ്റാർ ചെറിയൊരു കുടുംബചിത്രം ചെയ്യാൻ ഇനി പറ്റത്തില്ല, ആരും സമ്മതിക്കത്തില്ല. പിന്നെ അത് കാര്യമില്ല, അവർക്കും അത് ചെയ്യാൻ പറ്റില്ല. ഒരു സ്റ്റക്കായ ഒരു സിറ്റുവേഷനാണ് ഈ സ്റ്റാറിൻ്റെ സൂപ്പർ സ്റ്റാർ. നമ്മുടെ കേരളത്തിൽ പിന്നെയും ഇങ്ങനെ വേരിയേഷനൊക്കെ നമുക്കാണ് അത് ആ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു വലിയ പ്രശ്നമല്ലാതെ മാറിയിരിക്കുന്നത്. അതെ, എന്ത് ടൈപ്പ് പടം ചെയ്താലും ആ സൂപ്പർ സ്റ്റാറിൻ്റെ പടം എൻജോയ് ചെയ്യുന്ന ഓഡിയൻസ് ഉള്ളത് ഇവിടെയാണ്. മറ്റെല്ലാ ലാംഗ്വേജിലും സൂപ്പർ സ്റ്റാറുകൾക്ക് സൂപ്പർ സ്റ്റാർ പടങ്ങളെ പറ്റത്തും. അതെ, ആ ഫ്രീഡം അവരുടെ ഫാൻസ് അനുവദിക്കുന്നില്ല. അത് നമുക്കത് മനസ്സിലാക്കണം. അത് ശരിക്കും ഇവരാരും അത് ബ്രേക്ക് ചെയ്യാനൊരു ശ്രമം പോലും നടത്തുന്നില്ല എന്നുള്ളതാണ്. ശ്രമം നടത്തില്ല, തീർച്ചയായും. അവർ ഇത്രയും കാലം എടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സിനിമ അവർക്കൊന്നും നഷ്ടപ്പെടാനുമില്ല. അതാണ് പലരും ഇപ്പം ഷാറൂഖ് ഖാൻ പലതവണ ശ്രമിച്ചിട്ടും എല്ലാം ഫെയിലാണ്. ഗംഭീര പടങ്ങളായി സ്വദേശൊക്കെ എടുത്തിട്ട് പോലും റെസ്പോൺസ് ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നോർത്തിൽ പിന്നെ അത്രയും പ്രശ്നങ്ങളില്ലെന്ന് തോന്നുന്നു. ഇല്ല, എന്നാൽ ഏറ്റവും കൂടുതൽ അവരത് അങ്ങനെയാണല്ലോ സ്വീകരിക്കുന്നത്. അപ്പം ഞാനിത് ചെയ്തു, വർക്കായില്ല, ജവാൻ ചെയ്യുന്നു 1000 കോടി, പിന്നെ ഇങ്ങനെ പടം ഫാനോ അത് ഫാൻ ഗംഭീര പടമല്ല, പക്ഷെ അത് ഭയങ്കര നല്ല സിനിമയായിരുന്നു ഫാൻ. പിന്നെ എന്തായിരുന്നു ഒരു സീറോ ഭയങ്കര എഫേർട്ട് ഇട്ടൊരു പടമാണ്. പടം കൊള്ളത്തില്ല. ഞാൻ പറയുന്നത് അങ്ങനൊരു പടം കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലൊരു എക്സ്പെരിമെൻ്റ് ആണ്. പുള്ളിയുടെ ആക്ടിങ് വൈസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെടാം. അതിൻ്റെ ഒരു എഫേർട്ടും പരിപാടിയൊക്കെ VFX പരിപാടികളും കുറേ വേറെ ലെവലിൽ നമുക്ക് അപ്രീഷിയേറ്റ്. അതായത് റെഡ് ചില്ലീസിൻ്റെ VFX ഡിപ്പാർട്ട്മെൻറ്റുകാർ പറയും നമുക്ക് ഇങ്ങനെ പുതിയ ടെക്നിക്സ് ഒക്കെ ഉണ്ട്, നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പടം എടുക്കാൻ പറ്റുമോ ഷാരൂഖ് ജി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിനെന്താ വിളിക്ക് എന്ന് പറയുന്ന പോലെ അതാണ് നടക്കുന്നത് അവിടെ. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ടെക്നിക്കലി നല്ലതായിട്ട് ആ സിനിമകൾ ചെയ്യുമെങ്കിലും പിന്നെ തിരിച്ചു വന്നൊരു എന്താ പറയാ പഠാൻ ചെയ്യുമ്പോൾ അതും 1000 കോടി. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊന്നും വർക്കാവുന്നില്ല, ഇതാണ് വർക്കാവുന്നത്. ഇതാണ് സൂപ്പർ സ്റ്റാറുകൾ അനുഭവിക്കുന്ന പ്രശ്നം. സൽമാൻ പോലും ട്യൂബ്ലൈറ്റ് പടം ചെയ്തത് അത് ഫ്ലോപ്പായിരുന്നു. സൂപ്പർ സ്റ്റാറുകളുടെ ഒരു അവസ്ഥയെ അല്ലേ. ആക്ച്വലി സിനിമയുടെ ക്ലൈമാക്സ് സീക്വൻസിൽ അതിന്റെ മറ്റേ എന്തായിരുന്നു ഒരു കൊറിയൻ പടമില്ല, ഇങ്ങനെ ലെയർ പല ലെയർ കയറി വരുന്നത്. മറ്റേ നമ്മുടെ റെയ്ഡ്. അപ്പം റെയ്ഡിനെ അതേപോലെ വേറൊരു ഹിന്ദി പടത്തിൽ മറ്റേ ടൈഗർ ഷെഫിന്റെ ഒരു പടത്തിലുണ്ട്, അതിനകത്ത് ഇങ്ങനെ കയറി വരുന്നൊരു പരിപാടി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് അങ്ങനല്ല ചോദിക്കുമ്പോൾ ഏത് ഫ്ലോറിലെത്തി? 14 ഫ്ലോറിലെത്തി. 33 കയറിയിട്ട് 34 ഫ്ലോറിലാന്ന് പറയുമ്പോൾ ഈശ്വര 34 ഫ്ലോറിൽ ജോണി ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ജോണി എന്ന് ചോദിച്ചാൽ ജോണി എന്ന് പറയുന്ന ഒരു ഗണ്ണാണ്. ആ ഗണ്ണെടുത്ത് വെച്ചിട്ട് അങ്ങനെ ആകാശത്തേക്ക് വെടിവെക്കുമ്പോൾ നിലത്ത് നിൽക്കുന്ന കുറെ പേര് അതാണ് സംഭവിക്കുന്നത്. വെയിറ്റ് ഉണ്ട്, അപ്പൊ ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല. വെടി ആകാശത്തേക്കാണ് പോണത്, നിലത്ത് നിൽക്കുന്ന കുറച്ചുപേര് മരിച്ചു വീഴും. അത് കഴിയുമ്പോഴത്തേക്ക് കാണാൻ ടോമി ഗണ്ണെടുക്കും. ഏതിനകത്തായിരുന്നു ഇങ്ങനെ ഒരു സാധനം കഴിഞ്ഞിട്ട് അതെങ്ങനെയാന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് റിക്കോഷേ ഷോട്ട്, അത് നമ്മുടെ റൈഫിൾ ക്ലബിനകത്ത് എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കായിരുന്നു. ഇത് കോമഡിയാണത്. അത് ആക്ച്വലി നമുക്കത് ട്രെയിലറിൽ തന്നെ അത് റിവീൽ ചെയ്തു. അതാണ് ആ എലമെൻ്റൊക്കെ ട്രെയിലറിൽ തന്നെ റിവീൽ ചെയ്ത് കിട്ടും. അതായത് മറ്റേ ട്രെയിലറിൽ ലാസ്റ്റ് ഉണ്ട് പുള്ളി ജോണി ഗണ്ണായിട്ട് വരും. ബേസിക്കലി ടോമി ഗൺ എന്ന് പറഞ്ഞൊരു ഗണ്ണുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട് ക്ലൈമാക്സിൽ തന്നെ. ഇതിന്റെ വെടി തീർന്നു കഴിയുമ്പോഴത്തേക്കും പടത്തിൽ ഇങ്ങനെ മൊമെന്റ്സ് ഉണ്ടാക്കുന്ന അങ്ങനെയൊക്കെയാണ്. വെറൈറ്റി തോക്ക് കൊണ്ടുവരാം, പഴയ മുത്തിയമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതല്ല. ഇടയ്ക്ക് മറ്റേ അർജുൻ അവന് 3 തോക്കുകൾ കൊടുക്കും. ആ ഒരു സീനിന് മാത്രം വരുന്നൊരു ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്.
അങ്ങനെയുള്ള സീക്വൻസ് ഒക്കെയാണ് ഇവർക്ക് എക്സൈറ്റിംഗ്. അതെ ഇവരെ എക്സൈറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ കാണുമ്പോൾ ഓഡിയൻസിന് ബേസിക്കലി നമുക്ക് സിനിമ കാണുന്ന സിനിമ കാണുന്നവർക്ക് എപ്പോഴും ഈ ആണുങ്ങൾക്ക് പൊതുവെ കുറച്ച് ഗൺസിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. നമുക്ക് വെടിവെക്കാനൊന്നും അല്ലെങ്കിൽ നമുക്ക് ഈ ഗണ്ണിനെ കൈ പിടിച്ചിങ്ങനെ നിൽക്കാൻ അത് സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ഗണ്ണ് കൈ പിടിച്ച് നിൽക്കാനുള്ളൊരു ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പല ഗണ്ണുകളോടും ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അത് സിനിമയിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പല ഡിഫറെൻ്റ് ഇപ്പോൾ ആ കൈദിയിൽ മറ്റേ ഗാറ്റ്ലിംഗ് ഗണ്ണ് കൊണ്ടുവന്നതിൻ്റെ പേരിൽ ഇന്ന് ഈ എല്ലാ ഭാഷയിലും അല്ലേ ഗാറ്റ്ലിംഗ് ഗണ്ണ് എടുക്കാത്ത ആൾക്കാരല്ലേ. എന്തിനാ അവിടെ മലയാളത്തിൽ ഉണ്ണിമൂന്ന വരെ എടുത്തിട്ടുണ്ട് അവസാനം. കൈദിൻ്റെ വിക്രമിലും എടുത്തു ഏജൻറ്റിൽ എടുത്തിട്ടുണ്ട്. ഏജൻറ്റ് എത്ര പടത്തിൽ കേട്ടാ ഒരുപാട് പടത്തിൽ ആ സാധനം എടുത്തിട്ടുണ്ട്. അത് അവസാനം അതും ഭയങ്കര ഓവർ റേറ്റഡ് ആയ സാധനമായിപ്പോയി. അതെ ലാസ്റ്റ് ഒരു വലിയ തോക്കും കൊണ്ട് വരിക. ഇത് അത്ര വലുതല്ല. ഇത് നോർമൽ ഗണ്ണ്. ഇത് പിന്നെ ആക്ച്വലി പടം നടക്കുന്ന 90s ആണ്. അപ്പോൾ ആ ടൈമിൽ അവൈലബിൾ ആകുന്ന ഗണ്ണുകൾ എല്ലാം അവർ ഉപയോഗിക്കുന്നത്. തോംസണൊക്കെ ഞാൻ മറ്റേ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുമ്പോൾ അതെ എനിക്ക് ആക്ച്വലി അത് പഴയ നമ്മുടെ കുറേ ഇംഗ്ലീഷ് പടത്തിൽ പഴയ ഗ്യാങ്സ്റ്റർ പടങ്ങളിലൊക്കെ ഒരു സ്ഥിരം കാണുന്നത്. അത് ആ ലുക്ക് വൈസ് ഇറ്റാലിയൻ മാഫിയ പടങ്ങളിലൊക്കെയാണ്. പീക്കി ബ്ലൈൻഡേഴ്സിനൊക്കെ അത് ഭയങ്കര അതെ യൂറോപ്യൻ മാഫിയ പടങ്ങളിലൊക്കെയാണ് ആ ഒരു അതിന് കറക്റ്റാണ് അത്. അപ്പോൾ അങ്ങനത്തെ തോക്കുകൾ കുറച്ച് ഒതുക്കും. മറ്റേ വേറൊരു ടെറൈൻ കാണിക്കുമ്പോൾ AK-47 ആണ് സ്ഥിരം എല്ലാവരുടെയും കൈ. പിന്നെ ഈ ഗണ്ണ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കാണാനൊരു സ്റ്റൈലാണ്. ഒരു ഒതുക്കും നീറ്റ്നെസ് ഉള്ള തോക്കാണ്. തെലുങ്ക് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള പവർ സ്റ്റാർ പവൻ കല്യാണിൻ്റെ OG ഒറിജിനൽ ഗ്യാങ്സ്റ്റർ അത് നമ്മൾ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായമാണിത്. ഇതിനകത്ത് എതിരഭിപ്രായമുള്ളവരുണ്ടാവും അല്ലേ? ഓജസ് ഗംഭീര. ഇത് അനുകൂലിക്കുന്നവരുണ്ടാവുമോ സംശയമാണ്. എന്നാലും നിങ്ങളുടെ പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നല്ലതായിരിക്കും. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാം. അതായത് നമ്മൾ ഇനിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ IFC കൊണ്ട് എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ സിനിമകളെ റിവ്യൂ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ട്രോളി വിടുന്നതിലുപരി അതിനകത്തെ തമാശകൾ നമുക്ക് തോന്നുന്നത് പറയുന്നുള്ളതല്ലാതെ അതെ നമ്മളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കുന്ന നല്ല പടമാണ് എന്നുള്ള ലൈനിലാണ്. അതെ ഇപ്പം നമ്മൾ ഇങ്ങനൊരു ചാനൽ തുടങ്ങിയ ഉദ്ദേശം തന്നെ നമുക്ക് ഇങ്ങനെ റിയാക്ഷനോ റിവ്യൂയോ അല്ലെങ്കിൽ ഇങ്ങനെ ഡിസ്കഷനോ ചെയ്യാൻ ഉപരി നമുക്ക് നമ്മൾ ആക്ച്വലി ഒരു ചെറിയ ഒരു പരിപാടി ചെയ്ത് നമുക്കും ഫിലിം മേക്കിങ്ങിലേക്ക് ഇറങ്ങാനാണ് ആവശ്യം. അപ്പോൾ നമുക്ക് ആ ഫിലിം മേക്കിങ്ങിലേക്ക് നമുക്ക് ഇറങ്ങാൻ നമുക്ക് ഒരു സ്റ്റെപ്പ് എന്നുള്ള ലൈനാണിത്. അങ്ങനെ ഒരു സാധനം ചെയ്തിട്ട് നമുക്ക് പിൻ ചെയ്തിടണം. അതെ വാട്ട് ഈസ് IFC എന്ന് വല്ലതും പറഞ്ഞിട്ട് നമ്മളെങ്ങനെയാണ് സിനിമയെ ചെയ്യാം. 2 മിനിറ്റിൻ്റെ വീഡിയോ അതെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളിൽ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കിട്ടിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ്. കുറേ കാര്യങ്ങൾ അവർ ചെയ്താലേ നമ്മളെ പൊക്കി വിടത്തുള്ളൂ. അതെ നമ്മുടെ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാണണമെന്നുണ്ട്. നമ്മളെ യൂട്യൂബിൽ വളരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് നിന്നെയൊക്കെ വളർത്തിയിട്ട് നമുക്ക് കിട്ടാനത് അങ്ങനെ പറയരുത്, നമുക്കതിൽ കിട്ടത്തില്ലേ എന്ന് പറഞ്ഞാൽ. സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക്, ഷെയർ, പിന്നെ കമൻറ്റ് ചെയ്യാൻ. എല്ലാ വീഡിയോയും കമൻറ്റ് ചെയ്യാമല്ലോ അല്ലേ? രസമല്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ നന്നായിട്ട്. അതെ അതെ. അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്തൊരു സിനിമയുടെ ഡിസ്കഷനുമായിട്ട് തിരുമ്പി വരലാം.